ഹലോ. This call is now being recorded. ഹലോ. അസ്സലാമു അലൈക്കും. മിഷാലല്ലേ? അതെ. ഞാൻ ഇന്നലെ ലിയാക്കത്തുമായിട്ട് ഒരു സംസാരം കണ്ടിരുന്നു. യൂട്യൂബിൽ വീഡിയോ ആയിട്ട് കണ്ടിരുന്നു. ഞാൻ നിങ്ങളെ നമ്പർ നമ്മളെ ഡെയിലി ഡേഷൻ ഉണ്ടല്ലോ, ഹസൻ ബൈ, മൂപ്പരെന്ന് വാങ്ങിയതാണ്. അപ്പോൾ നിങ്ങൾ ഈ ലിയാക്കത്തുമായിട്ട് സംസാരിക്കുന്നതിൽ ചില അവൻ കുറച്ച് തെറ്റിദ്ധാരണകൾ നിങ്ങൾക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം നിങ്ങൾക്ക് ആ വിഷയത്തിൽ അറിയില്ല എന്നുള്ളത് കൊണ്ട് അവൻ മുതലെടുത്തിട്ടുണ്ട് എന്നുള്ള. അല്ല, അതെന്താ എന്റെ ഭാഗത്ത് പറ്റിയത് തെറ്റെന്താ വെച്ചാൽ ഞാൻ വർക്കിന്റെ ഇടയിൽ സംസാരിച്ചപ്പോഴേ കുറെ കാര്യങ്ങൾ കയ്യിൽ നിന്ന് പോയതാണ്. അതുണ്ടാവും. ഇപ്പം സ്വാഭാവികമാണ്. ഇപ്പൊ പെട്ടെന്ന് ഒരാൾ വിളിച്ചിട്ട് സംസാരിക്കുമ്പോൾ അതിപ്പോ നമ്മളെ തന്നെ പെട്ടെന്ന് നമ്മളെ കയ്യിൽ ചിലപ്പോ ഇവൻ ചോദിക്കുന്ന കാര്യങ്ങൾ നമ്മളെ കയ്യിൽ ഞാനവിടെ ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടയിലാണ് പറഞ്ഞത്. അതെ അതെ അതെ, സാധാരണക്കാരനാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് അറിയില്ല കാര്യങ്ങൾ ഞാൻ അവരുടെ മൂപ്പരെടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവന് മനസ്സിലായി നിങ്ങൾ സാധാരണക്കാരനാണ്, നിങ്ങൾക്ക് ഈ വിഷയത്തിൽ അറിവില്ല, അപ്പം എളുപ്പമാണ് എന്നുള്ള രീതിയിലാണ് അവൻ സംസാരിച്ചു തുടങ്ങിയത്. ഞാനെന്തൊക്കെ ഒരു കാര്യം പറയാൻ വിട്ടുപോയത്, ഞാൻ ഇന്നലെ വാട്സപ്പിൽ വിട്ടിട്ടുണ്ടായിരുന്നു. മൂപ്പർ എനിക്ക് വ്യക്തിപരമായിട്ട് എനിക്ക് എതിർപ്പില്ല. ആശയപരമായിട്ട് നമ്മളെ പ്രവചനം എന്താ പഠിപ്പിച്ചിരിക്കുന്നത്? നമ്മളെ മറ്റേ കാര്യങ്ങൾ ബഹുമാനിക്കണം എന്നല്ലേ പഠിപ്പിച്ചിരിക്കുന്നത്? ഞാനതൊക്കെ നമ്മുടെ ഒരു മാന്യത എന്തായാലും നമ്മള് ചെയ്യണല്ലോ. അതെ, അല്ല നിങ്ങളെ സംസാരത്തിൽ മാന്യത വിട്ടുന്നൊന്നും ഞാൻ പറഞ്ഞില്ല കേട്ടോ. അയാള് നിങ്ങളോട് സംസാരിച്ചതിലും മാന്യതയിലും പ്രശ്നമൊന്നും ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഇവിടെ സംഭവിച്ചെന്താ വെച്ചാല് തെറ്റിദ്ധാരണകള്. ഇപ്പൊ നിങ്ങൾ രണ്ടാള് സംസാരം അവൻ യൂട്യൂബിൽ ഇട്ടിട്ട് ഏകദേശം 10-25 ആളുകൾ കണ്ട്. അപ്പൊ അതിൽ ഒരു 10 ആളെങ്കിലും തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ അത് മതി അവർക്ക്. അതിന്റെ ഭാഗത്ത് തെറ്റ് പറ്റിയിട്ടുണ്ട്. അതെ അതെ, അത് നിങ്ങളെ ഭാഗത്ത് തെറ്റ് പറ്റിയെന്ന് അല്ല, കാരണം നിങ്ങൾക്ക് ആ വിഷയത്തിൽ അറിയില്ല എന്നുള്ളതാണ്. അതേ ഉള്ളൂ. അതൊരു വിഷയമാക്കണ്ട. അപ്പൊ ആ വിഷയത്തിൽ നമുക്കൊന്ന് ക്ലാരിറ്റി ചെയ്തു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വിളിച്ചത്. ഞാൻ ഈ പറഞ്ഞ ലിയാക്കത്തായിട്ട് നമ്മൾ ഒരുപാട് സംവാദങ്ങളും ഇതൊക്കെ നടന്നതാണ്. ഈ അടുത്തിപ്പം ഏകദേശം ഈ കൊല്ലത്തിൽ ജനുവരി 5 കോഴിക്കോട് വെച്ചിട്ട് ഇവനായിട്ട് ഞാനൊരു അടിബദ്ധമായിട്ട് ബന്ധപ്പെട്ട ഒരു സംവാദത്തിൽ ഞാനിവനും സംവദിച്ചതാണ്. ആ വിഷയത്തിൽ തന്നെ അടിമത്തം ഇസ്ലാമിലും ആധുനികതയിലും എന്നായിരുന്നു വിഷയം. അതിൽ ഞാൻ ആധുനികതയിൽ വെച്ചിട്ട് അവനൊരു 6 ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിച്ചിട്ട് ഒറ്റൊന്നിനും മറുപടി പറഞ്ഞിട്ടില്ല. നമ്മളോട് ഇവൻ ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ നമ്മൾ ഏകദേശം നമുക്ക് ആ ടൈമിനുള്ളിൽ പറയാവുന്നത്തോളം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പിന്നീട് നമ്മൾ അതിന്റെ വിശദീകരണം പിന്നീട് സംവാദത്തിന് ശേഷം നമ്മൾ കൊടുത്തിട്ടുണ്ട്. നമ്മളെ ചാനലിൽ തന്നെ ഉണ്ട്. എന്റെ ചാനലിന്റെ പേര് പാത്ത് ടു ട്രൂത്ത് എന്നാണ്. ഞാൻ മൂപ്പരുടെ വീഡിയോ, അസംബായുടെ വീഡിയോ, ഇതെന്തൊക്കെ ഒരു കുരുത്തം കൊണ്ട് വന്ന് പെട്ടതാ ഞാനിതില്. ഞാൻ എങ്ങനെ ഒഴിവായി പോയതാ? നിങ്ങൾ ഇതിനു മുമ്പ് ഇത് നിങ്ങൾ എവിടെ ഒരു ജോലി സ്ഥലത്ത് വെച്ച് സംഭവിച്ച ഒരു ഇൻസിഡന്റ് നിങ്ങൾ പറഞ്ഞു. അല്ല, അത് ഞാൻ മൂപ്പര് വീഡിയോ ഒന്നും എനിക്ക് അറിയില്ലായിരുന്നു ഇങ്ങനത്തെ കാര്യമൊന്നും. പക്ഷെ മൂപ്പര് നമ്മളെന്താ വെച്ചാൽ നമ്മൾ നടന്ന കാര്യത്തിൽ നമ്മൾ എന്തായാലും ഉറച്ചു നിൽക്കണല്ലോ. അതിന് ഞാൻ എപ്പോഴും മാറ്റി പറയുന്നില്ല. ഞാൻ എപ്പോഴും പറഞ്ഞത് ലിയാക്കത്തിനെ പോലുള്ളവരുടെ വീഡിയോ എന്ന് പറയുന്നത്. മൂപ്പരെ അങ്ങനെ അത് മാറ്റിയിട്ടേ ഇല്ല. അത് സംഭവം മൂപ്പരുടെ പറഞ്ഞല്ലോ. അല്ല, ഇവൻ തന്നെ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നുണ്ട്. എന്തിനാ പോലാക്കണം? ഇവൻ തന്നെ വലിയ തെറ്റിദ്ധാരണ ഉണ്ടാക്കണം. അല്ല, അയാൾക്ക് ചിലപ്പോൾ മൂപ്പരുടെ പേരുണ്ടാവും, അറിയണ്ടാവുള്ളൂ. ചിലപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും. അല്ല, ഈ വിഷയം കൊണ്ടുവരാൻ ഹസൻ ഇവനുമായിട്ടുള്ള ഒരു വിഷയത്തിലാണ് ഇവൻ പറയുന്നത്. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു, ചില ആളുകൾ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നതായിട്ട് ഒരു സംഭവം തന്നെ ഒരാളിനോട് പറഞ്ഞിരുന്നു എന്ന് അവൻ പറഞ്ഞതാ. ഈ ഹസൻ പറഞ്ഞതാണ്, ഹസൻ ഭായ് പറഞ്ഞ. അപ്പോഴാണ് അത് എവിടെ എന്ത് എന്നുള്ള ചോദ്യമൊക്കെ കൊണ്ടുവന്നത്. സത്യം പറഞ്ഞ അസംബായുടെ വീഡിയോ ഞാൻ ഫുള്ള് കണ്ടിട്ടില്ല. സത്യം പറഞ്ഞവരെ ഞാൻ എല്ലാ വർക്കും ചെയ്യുന്ന ആളാണ്. അപ്പൊ ഇതിനിടയിൽ ഇപ്പൊ നമ്മൾ വൈകുന്നേരത്ത് നിന്ന് കാണും. മൂപ്പര് എന്തെങ്കിലും മൂപ്പരെ കയ്യിൽ നിന്ന് അറിയാതെ പോയിക്കോന്ന് എനിക്ക് അറിയില്ല. അത് മൂപ്പര് നിങ്ങൾ സംസാരിച്ചത് ചിലപ്പം നമ്മൾ രണ്ടാളും ഇപ്പൊ ഒരു സംസാരം സംസാരിച്ചു, ആ സംസാരം അങ്ങനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതും പിന്നീട് ഓർത്തെടുത്ത് പറയുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും കൂടുതൽ ആഡ് ആവും, ചിലപ്പോൾ കുറഞ്ഞു പോകും. അങ്ങനെയൊക്കെ സംഭവിക്കാം. മനുഷ്യന്മാരെ അറിയുന്ന വിഷയത്തിൽ എനിക്ക് പിടിച്ചു അറിയാത്തേക്ക് ഞാൻ എന്തൊക്കെ അറിയില്ല പറയണം. ഞാനൊരു മിസ്റ്റേക്ക് പറ്റിയ ഞാൻ ഹദീസിനെ വിശ്വാസമില്ല അങ്ങനെ എന്തോ പറഞ്ഞ പോലെ എനിക്ക് തോന്നി. അതെ അതെ, നിങ്ങൾ ഹദീസ് ഒന്നും ഞാൻ അറിയില്ല ആ രീതിയിലാണ് നിങ്ങൾ പറഞ്ഞത്. ആളുകൾ മനസ്സിലാക്കാൻ എന്താ വെച്ചാല് നിങ്ങൾ ഹദീസൊന്നും കുറവല്ലേ. ഞാൻ ഹദീസിന് എനിക്ക് തിരിഞ്ഞത് മറ്റേ എന്തെങ്കിലും വല്ല ബുക്കിന്റെ അങ്ങനെ എന്തോ പോയിന്റ് പോയി. ഹദീസല്ലേ? അതെ, നിങ്ങൾ സംസാരത്തിൽ തന്നെ സംസമുള്ളതായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഖുറാനിലല്ല അത്. അപ്പൊ ഞാൻ പറഞ്ഞു തരുന്നത് എന്താ വെച്ചാൽ നിങ്ങൾ സംസാരത്തില് ഈ ആളുകൾക്കൊന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ വിഷയത്തിൽ നിങ്ങൾക്കും മനസ്സിലാവണം, ഈ കേട്ട ആളുകൾക്കും ഒന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ആ തെറ്റിദ്ധാരണ തീർക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ക്ലാരിറ്റി തരാന്നുള്ള രീതിയിലാണ് വിളിച്ചത്. മനസ്സുകൊണ്ട് ഒരാൾ വിഷമിച്ചിട്ടുണ്ടെങ്കിൽ അത് മാറണം. അതെ, ചില ആളുകൾക്ക് ഈ വസ്വാസം ഉണ്ടാക്കും. ഇപ്പൊ ഉദാഹരണത്തിന് ഈ
ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം രാത്രി കടന്നുറങ്ങിയിട്ട് നേരം കണ്ട് തുടങ്ങിയിട്ട് പോലും ഇല്ല. കാരണം അറിയോ, എന്റെ ക്ലാസ്സിന് വല്ല വീഴ്ച പറ്റിയോ അങ്ങനെ. അതിപ്പോ മാനുഷികമാണ്. നമുക്കിപ്പോ അറിയാത്ത വിഷയത്തിൽ നമുക്ക് അറിയില്ല എന്നല്ലേ പറയാൻ പറ്റുള്ളൂ. അറിയില്ല. അല്ല, ഞാനിപ്പോ എന്താ വെച്ചാൽ ഹദീസിനെ കുറിച്ച് ചോദിച്ചാൽ ഞാൻ എങ്ങനെ പറഞ്ഞു അങ്ങനെ. അതിപ്പോ അപ്പത്തെ സാഹചര്യത്തിൽ ചിലപ്പോ അങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ടോ. ഞാൻ തന്നെ വിചാരിച്ചു അതെന്താ നിങ്ങൾ അങ്ങനെ പറഞ്ഞു പോയി. ഞാൻ തന്നെ വിചാരിച്ചു അപ്പുറപ്പുറൊക്കെ പണിക്കാർ നിൽക്കുക. അപ്പൊ അതിന്റെ ഇടയിൽ കൂടെ എന്റെ കയ്യിൽ നിന്ന് പോയതാണ് സംഭവം. അത് പ്രശ്നമാണ്. എന്താ ഈ പറയണ വിചാരിക്കുമല്ലോ. അങ്ങനെ അവർക്ക് ഡൗട്ട് അടിച്ചിരിക്കുന്നു. കാരണം ഞാൻ അങ്ങനെ പറഞ്ഞു കേട്ടപ്പോ എത്ര നേരം ഞാൻ 56 മിനിറ്റ് സംസാരിച്ചു. ഞാൻ ആ ടൈം പോയതന്നെ അറിഞ്ഞില്ല. എന്താ പറഞ്ഞു എന്റെ കയ്യിൽ നിന്ന് പോയതെന്താ. ഇപ്പൊ നിങ്ങള് ഒഴിവല്ലേ? ഓക്കെ, ഞാൻ എന്തായാലും നേരിട്ട് നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം. എന്തായാലും അപ്ലോഡ് ചെയ്യാനുള്ള ഒരു വീഡിയോ ചെയ്യാന്നുള്ള രീതിയിലാണ് ഞാൻ എന്തായാലും റെക്കോർഡ് ചെയ്യുന്നുണ്ട്. പ്രശ്നമൊന്നുമില്ലല്ലോ. ഞാൻ കാരണം നമ്മുടെ സമുദായത്തിന് മറ്റു തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ അത് മാറിക്കോട്ടെ. ഓക്കെ. അപ്പൊ ഞാൻ റെക്കോർഡ് ചെയ്തിട്ട് അത് വീട്ടിനൊന്നും പ്രശ്നമില്ല എന്നുള്ളതുകൊണ്ട് ഞാൻ ആ വിഷയത്തിലേക്ക് ഓക്കെ, ഞാൻ ആ വിഷയത്തിലേക്ക് വിചാരിക്കാം. നമുക്ക് അധികം സമയം പോക്കണ്ടല്ലോ. ഓക്കെ, നിങ്ങൾ സംസാരിച്ചതിൽ ഒന്നാമതായിട്ട് നിങ്ങൾ തന്നെ അവനെതിരെ ഉന്നയിച്ചൊരു ആരോപണമായിരുന്നു എന്ത്, മതം വിട്ടവരെ കൊല്ലണമെന്ന് ഒരാള് നിങ്ങളോട് സംസാരിച്ച ആ വിഷയത്തിൽ നിങ്ങൾ മെയിനായിട്ട് സംസാരിച്ച് തുടങ്ങിയത്. അപ്പൊ ആ വിഷയത്തിൽ ഇവര് തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ടോന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ട് തന്നെയാണ്. ഇവര് തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ആള് നിങ്ങളോട് ചോദിക്കുകയും ചെയ്തത് അല്ലെ. ഇപ്പോ യഥാർത്ഥത്തിൽ ഖുർആനും ഹദീസും പ്രകാരം ഒരു മതം വിട്ടു എന്ന് കാരണത്താൽ ഒരാളെ കൊല്ലണം എന്ന് പറയുന്നുണ്ടോ എന്നാണല്ലോ നമുക്ക് ഇനി നോക്കേണ്ടത്. ഇപ്പൊ ഞാനൊരു ഉദാഹരണത്തിന് ഒരു ഹദീസ് ഞങ്ങൾക്ക് പറഞ്ഞുതരാം. ആ ഹദീസ് വായിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും. വിശ്വാസികളുടെ മാതാവ്. അതെ. ഞാൻ നിങ്ങൾക്ക് ഇനിയിപ്പോ വിളിച്ചാൽ നിങ്ങൾക്ക് ഇത് പറഞ്ഞു കൊടുക്കാൻ കഴിയുകയും ചെയ്യും. അല്ല, ഞങ്ങൾ അവരോട് നമുക്ക് അറിയുന്ന വിഷയത്തിൽ ഞങ്ങൾ ചോദിക്കാൻ പറ്റുള്ളൂ. അറിയാത്ത നമ്മൾ പരാജയപ്പെട്ടു പോരും. അതെ. അപ്പൊ ഇതിൽ ഇപ്പൊ ഞാൻ കുറച്ച് ഉദാഹരണമായിട്ട് അല്ല, ഇന്നലെ മൂപ്പര് തെളിവ് കൊണ്ട് വായോന്നൊക്കെ പറഞ്ഞിട്ട് വിട്ടുപോകുന്നു. എന്ത് എവിടെ തെളിവ് എന്നൊക്കെ നമ്മളത് പിന്നെ വിട്ടതാണ്. അറിയാത്ത കാര്യങ്ങൾ വെറുതെ നമ്മൾ പിന്നെ നാണം കണ്ടല്ലോ. അത് പ്രശ്നമാക്കണ്ട. ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ തെളിവിന്റെ ആ റെഫറൻസും കാര്യങ്ങളൊക്കെ അയച്ചു തരാം. ഇവിടെ ഖുർആനില് സൂറത്ത് ബക്കറയില് 2-ാം അധ്യായത്തില് 256-ാമത്തെ ആയത്തിൽ പറയുന്നത് എന്താ വെച്ചാൽ മതത്തിന്റെ കാര്യത്തിൽ യാതൊരു ബലപ്രയോഗവും ഇല്ല. ആരും പിടിച്ചു വലിച്ചിട്ടോ അല്ലെങ്കിൽ നിർബന്ധിച്ചോ മതത്തിലേക്ക് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. അല്ല, ഞാനത് കുറെ കേട്ടിട്ടാണ് അങ്ങനെ പറഞ്ഞത്. എന്തിനാ അങ്ങനെ നിർബന്ധിച്ചിട്ട് ഒരാളെ കൊണ്ടുവരണം, അത് ഞാൻ ആലോചിച്ചത്. അതെ. ഇനി അടുത്ത ആയത്ത് ഞാൻ പറഞ്ഞുതരാം. സൂറത്ത് യൂനിസ് 10-ാം അധ്യായത്തിലെ 99-ാമത്തെ ആയത്ത്. നിന്റെ രക്ഷിതാവ് ഉദ്ദേശിച്ചിരുന്നെങ്കിൽ ഭൂമിയിലുള്ളവർ ഒന്നിച്ച് വിശ്വസിക്കുമായിരുന്നു, എന്നിരിക്കെ നീ അവരെ നിർബന്ധിക്കുകയോ. അപ്പൊ നിർബന്ധിക്കാൻ പാടില്ല. അള്ളാഹ് ഉദ്ദേശിച്ചിരുന്നെങ്കിൽ എല്ലാവരെയും വിശ്വാസികളാക്കുമായിരുന്നു. അപ്പൊ അത് നിങ്ങളുടെ ജോലിയല്ല. വിശ്വസിപ്പിക്കുക, നിർബന്ധിച്ച് വിശ്വസിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ ജോലിയല്ല. അല്ല, ഞാൻ ഇതൊക്കെ പറഞ്ഞിട്ട് എനിക്ക് വിശ്വാസം പോകുന്നില്ലല്ലോ. അതുകൊണ്ടാണ് ഇതിലെന്തോ സത്യം എനിക്ക് 100% ഉറപ്പാണ്. അതുകൊണ്ടാണ്. ഇനി അടുത്ത ആയത്ത്, ഇത് ഞാൻ ഒരുപാട് ആയത്തുണ്ട്, അതിൽ ചെറിയ കുറച്ച് ആയത്ത് മാത്രം ഞാൻ പറയാം. ഇനി അടുത്ത ആയത്ത് സൂറത്ത് നിസാ 4-ാമത്തെ അധ്യായത്തിൽ 137-ാമത്തെ വചനം. വിശ്വസിച്ച ശേഷം അവിശ്വാസിയാവുകയും വീണ്ടും വിശ്വസിക്കുകയും പിന്നീട് അവിശ്വാസിയാവുകയും പിന്നീട് അവിശ്വാസിയായിട്ട് എന്ത് ചെയ്യാ, അയാൾ മരണപ്പെടും. പിന്നെ അങ്ങനെയാണെങ്കിൽ ഈ ആയത്തിൽ എന്ത് പറയണം? വിശ്വസിക്കുകയും പിന്നെ അവിശ്വാസിയാവുകയും ചെയ്തു. ഒരാളിപ്പോ വിശ്വസിച്ചു, അയാൾ അവിശ്വാസിയായി. മതം വിറ്റവനെ കൊല്ലണം എന്ന് പറയുകയാണെങ്കിൽ ഇവിടെ ഇനി വേണ്ടത് എന്താണ്? അങ്ങനെ അവിശ്വാസിയായും ചെയ്താൽ അയാളെ കൊല്ലണം എന്നല്ലേ. പക്ഷെ ഇവിടെ ആയത്തിൽ പറയുന്നത് വിശ്വസിക്കുകയും പിന്നീട് അവിശ്വസിക്കുകയും വീണ്ടും വിശ്വസിക്കുകയും പിന്നീട് അവിശ്വസിക്കുകയും ചെയ്തവർ. അപ്പൊ ഒരു പ്രാവശ്യം അയാൾ അവിശ്വാസിയായി, അയാളെ തല വെട്ടി വിചാരിക്കാം, പിന്നെ ഇയാൾ എങ്ങനെ വിശ്വസിക്കും? ഇങ്ങനെ ഒരു ചോദ്യം വരില്ലേ? ഇത് ഖുർആനെതിരല്ലേ? അപ്പൊ അതൊന്നും ഇവർക്കറിയില്ല. ഇനി അടുത്തത് ഇനി അടുത്തത് സൂറത്ത് ബഖറയിൽ 2-ാം അധ്യായത്തിലെ 217-ാമത്തെ ആയത്ത്. മതം ഉപേക്ഷിച്ച് സത്യനിഷേധിയായി മരിക്കുന്നവർക്ക് പരലോകത്ത് ശിക്ഷയുള്ളത്. അതായത് ഇവിടെ മതം ഉപേക്ഷിച്ചു അയാൾ സത്യനിഷേധിയായിട്ട് മരണപ്പെട്ടു. അതെ, അയാൾ മതം ഉപേക്ഷിച്ചു, അയാളും സത്യനിഷേധിയായിട്ട് മരണപ്പെട്ടു. അപ്പോ എന്തായി? അയാൾക്ക് പരലോകത്ത് ശിക്ഷ ഉണ്ട്, അത്രേ ഉള്ളൂ. അത് അള്ളാഹുമായിട്ടുള്ള ഇതാണ്. ഇനി നമുക്ക് ഇവര് കൊണ്ടുവരുന്ന ഹദീസ് നമുക്കൊന്ന് പരിശോധിക്കാം. ഇത്രയും പറഞ്ഞതൊന്നും മതം വിട്ടവനെ കൊല്ലണം എന്ന് നമുക്കൊന്നും മനസ്സിലായില്ലല്ലോ. അല്ല, ഞാൻ ഇപ്പൊ പറഞ്ഞത് മദ്രസയിലുള്ളതാണ്. ഇപ്പൊ ലാസ്റ്റ് 12-ാം ക്ലാസ്സിൽ എത്തിക്കണം. അതിപ്പോ നിങ്ങൾ കേട്ടിട്ടുണ്ടാവല്ലോ. ഞാൻ കേട്ടു. അത് ഞാൻ അതിലേക്ക് ഞാൻ പിന്നെ ഇനി 11 വരെ പഠിച്ചവർക്ക് പ്രശ്നമില്ല. 12-ാം ക്ലാസ്സിൽ പോയി മാത്രം നോക്കിയാൽ മതി. ഇനി ഇവര് മദ്രസയിൽ പഠിപ്പിക്കുന്ന വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ടാണല്ലോ ഇവര് പറയുന്നത്. ഈ ഹദീസ് കൊണ്ടുവരുന്നുണ്ട്. ഒരു ഹദീസ് സുഹീൽ ബുഖാരിയിൽ 30:17, അതായത് ഇക്രിമ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ അതിൽ പറയുന്നുണ്ട്, അതായത് മതം ഉപേക്ഷിച്ചവനെ നിങ്ങൾ കൊല്ലുക.
ഇതാണ് ആ ഹദീസിലെ അവസാന ഭാഗമാണത്. അപ്പോൾ ഈ ഹദീസിന്റെ ഒരു റെഫറൻസും ഒക്കെ വെച്ചിട്ടാണ് ഇന്നലെ ഇവൻ സംസാരിച്ച ഇവന്റല്ലോ ഈ ലിയാഖത്ത് നിങ്ങളോട് പറഞ്ഞത്. ഇതല്ലാത്ത മറ്റ് ഹദീസുകളും ഈ വിഷയത്തിലുണ്ട്. അതിൽ ഒരു ഹദീസും കൂടി ഞാൻ വായിക്കാം. ആ ഹദീസ് ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. സുനൻ നസായില് 47-43. ഇത് ആളുകൾ കൂടി കേൾക്കുന്നതാണല്ലോ, അപ്പോൾ അവർക്ക് കൂടി മനസ്സിലായിക്കോട്ടെ ആ നമ്പറൊക്കെ കൃത്യമായിട്ട് പറയുന്നത്. ആയിഷ റളിയല്ലാഹു അൻഹ പറയാം, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം പറഞ്ഞു: ഒരു മുസ്ലിമിനെ 3 കാര്യങ്ങളിലല്ലാതെ വധിക്കാൻ അനുവാദമില്ല. വിവാഹിതനായിരിക്കെ വ്യഭിചരിക്കുക, വ്യഭിചാരം കൃത്യമായിട്ട് തെളിയിക്കപ്പെട്ടാൽ, അതായത് 4 സാക്ഷികൾ കൊണ്ടുവന്ന് അയാൾ വ്യഭിചരിച്ചു എന്ന് ഉറപ്പുവരുത്തി കഴിഞ്ഞാൽ അയാളെ വധിക്കുക എന്നുള്ളത് ശിക്ഷയാണ്. ഇനി അടുത്തതാണ് മനഃപൂർവ്വം ആരെങ്കിലും ഒരാളെ മനഃപൂർവ്വം കൊലപ്പെടുത്തിയാൽ അയാൾക്കും വധശിക്ഷയാണ്. ഇനി അള്ളാഹുവിന്റെ റസൂല് പറയാണ്, അള്ളാഹുവിനോടും ഇസ്ലാമിൽ നിന്നും പുറത്തുപോയി, മനസ്സിലാക്കണം, ഇസ്ലാമിൽ നിന്നും പുറത്തുപോയി എന്നിട്ട് എന്ത് ചെയ്തു, അള്ളാഹുവിനോടും അവന്റെ റസൂലിനോടും യുദ്ധം ചെയ്തവൻ അവനെ കൊല്ലുകയോ ക്രൂശിക്കുകയോ നാട് കടത്തുകയോ ചെയ്യാം. 3 കാര്യങ്ങൾ പറഞ്ഞു. ഒന്നുകിൽ അയാളെ കൊല്ലണം, അല്ലെങ്കിൽ ക്രൂശിക്കണം, അതല്ലെങ്കിൽ അയാളെ നാട് കടത്തണം. അതായത് മതം വിട്ടു എന്ന് മാത്രമല്ല, മതം വിട്ടതിന് ശേഷം അള്ളാഹുവിന്റെ നിയമത്തിനെതിരെ, അതേപോലെ തന്നെ റസൂലിനെതിരെ, അതായത് ആ രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്യുകയും ചെയ്യുന്നവരുടെ കാര്യമാണ് ഈ പറയുന്നത്. ഡൗട്ട് അടിച്ചെന്നോ, ഇസ്ലാം മറ്റേ രാജ്യങ്ങളുണ്ടല്ലോ അവിടെ ഇപ്പോഴും അതന്നെയല്ലേ, നമ്മളെ പ്രവാചകനെ പിൻപറ്റിട്ടല്ലേ? അല്ല, ഇതൊക്കെ പോട്ടെ, നമുക്ക് ഇസ്ലാമിക രാജ്യം ഒന്നും എടുക്കണ്ട. പ്രവാചകന്റെ കാലത്ത് പ്രവാചകൻ പറഞ്ഞ കാര്യമാണുള്ളത് അല്ലേ? ഈ പ്രവാചകന്റെ കാര്യത്ത് മതം വിട്ട ആളുകൾ ഉണ്ടാവാൻ സാധ്യത ഉണ്ടല്ലോ. ഉണ്ട് എന്ന് തെളിവുണ്ട്, അതിനുള്ള തെളിവുണ്ട്. അങ്ങനെ ഉണ്ടായിരുന്ന ആളുകളും ഉണ്ടായിരുന്നു. അതിൽ ഒരു 4 പേരുകൾ വേണമെങ്കിൽ ഇല്ല, കുടുംബത്തിലുള്ള അതല്ല, വിശ്വാസികളല്ല, വിശ്വാസി ആയതിനു ശേഷം അവിശ്വാസിയാവുക, അതാണല്ലോ വിഷയം. വിശ്വസിച്ചു പിന്നീട് മതം വിട്ടു, അതാണല്ലോ ഇവർ കൊണ്ടുവരുന്നത്. അപ്പൊ അങ്ങനെ വിട്ട ആളുകൾ ഉണ്ടായിരുന്നോ എന്നാണ് നമുക്ക് നോക്കേണ്ടത്. അങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഹദീസുകൾ നമുക്ക് നോക്കിയാൽ കാണാൻ കഴിയാം. അങ്ങനെ ഉണ്ടായ ആളുകളിൽ കുറച്ച് ഒരു ആളുകളുടെ പേര് ഞാൻ പറയാം. ഒറ്റ മിനിറ്റ്. ഇതില് ഒരാൾ മതം മാറി ജീവിക്കുന്നവരെ കൊല്ലണമെന്ന് ഖുർആനിലും പ്രവാചകന്റെ പ്രവൃത്തികളോ നിർദ്ദേശിക്കുന്നില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സഹീൽ ബുഖാരിയിൽ 72:16 ഒരു ഗ്രാമീണനായ ഒരു ഗ്രാമപ്രദേശത്ത് ജീവിക്കുന്ന ഒരാൾ വന്ന് അങ്ങനെ ഇസ്ലാം സ്വീകരിച്ചു. പിറ്റേ ദിവസം അയാൾ വന്നിട്ട് പറഞ്ഞു ഞാൻ ഇസ്ലാം വിട്ടുന്ന്. കാരണം അയാൾ പറഞ്ഞത് എന്താ വെച്ചാൽ എനിക്ക് ഇസ്ലാം സ്വീകരിച്ചതിന്റെ അന്ന് അല്ലെങ്കിൽ പിറ്റേന്ന് അയാൾക്ക് പനി ബാധിച്ചു, അപ്പൊ അയാളെ വിശ്വാസം നഷ്ടപ്പെട്ടു എന്ന്. അതാണ് അയാൾ കാരണമായിട്ട് പറഞ്ഞത്. ഇതൊക്കെ പണ്ട് എന്തെങ്കിലും അസുഖം വരുമ്പോ തോന്നുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇയാൾ എന്ത് ചെയ്യണം? ശരിക്കും ഇവര് പറയുന്ന പ്രകാരം അയാളെ കൊല്ലണ്ടേ? എനിക്കൊക്കെ നേരെ തിരിച്ചാ, അസുഖം വരുമ്പോ കൂടുതൽ വിശ്വാസം കൂടുക. പക്ഷെ ഈ ആളെ സംബന്ധിച്ചിടത്തോളം ഇയാള് പോയിക്കോന്ന് പറഞ്ഞു, അത്രേ ഉള്ളൂ. പിന്നെ ഇനി അടുത്ത ഒരാള് അൻസാരി ആയിട്ടുള്ള ഒരാള് സുനൽ നസായിയിൽ പറയുന്ന ഒരു ഹദീസ് പ്രകാരം 40-68 ഹദീസ് നമ്പർ. മതം മാറി ഷിർക്കിലേക്ക് അയാൾ പോയി. ഒരു അൻസാരി ആയിട്ടുള്ള അയാള് ഷിർക്കിലേക്ക് പോയി. അപ്പൊ അയാൾ എന്ത് ചെയ്യണം? ശരിക്കും കൊല്ലണ്ടേ? പക്ഷെ കൊന്നിട്ടില്ല. അയാൾ പിന്നീട് കുറച്ചു കാലത്തിന് ശേഷം പശ്ചാത്തപിച്ച് ഇസ്ലാമിലേക്ക് തന്നെ മടങ്ങി വന്നു. അവനെ ശിക്ഷിച്ചിട്ടില്ല. ഇനി ക്രിസ്ത്യാനി ആയിട്ടുള്ള ഒരാള് സഹീൽ ബുഖാരിയിൽ 36-17 ഹദീസ് നമ്പറാണ് ഞാൻ പറഞ്ഞത്, സഹീഹുള്ള ഹദീസാണ്. ക്രിസ്ത്യാനി ആയിട്ടുള്ള ഒരാൾ ഇസ്ലാം സ്വീകരിച്ചു, പിന്നീട് അയാൾ എന്ത് ചെയ്തു? വീണ്ടും ക്രിസ്തു മതത്തിലേക്ക് തന്നെ മടങ്ങി. ഒരാളെ പ്രവാചകൻ എന്ത് ചെയ്തിട്ടില്ല? ഒന്നും ചെയ്തിട്ടില്ല. അയാളെ വൈക്ക് വിട്ടു. മനസ്സിലായോ? ഇനി നമുക്ക് ഇവർ കൊണ്ടുവരുന്ന വിമർശനത്തിലേക്ക് കിടക്കാം. മതം വിട്ടു കൊന്നിട്ടുണ്ടോ? ഉണ്ട്. ഏതാണ് ആ ടീം? ചരിത്രം ഞാൻ പറഞ്ഞുതരാം. സൂറത്ത് മാഇദയിൽ 33, ഇന്നലെ അവൻ പറഞ്ഞല്ലോ മാഇദയിൽ ഉണ്ട് എന്നൊക്കെ. സൂറത്ത് മാഇദയിൽ 33-ാമത്തെ വചനം. സൂറത്ത് മാഇദയിൽ 33-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്. അതായത് അള്ളാഹുവിനും റസൂലിനുമെതിരെ യുദ്ധം ചെയ്യുകയും അതിനെതിരെ പ്രവർത്തിക്കുകയും ചെയ്യുന്നവരെ കൊല്ലുകയും നാട് കടത്തുക, അങ്ങനത്തെ കുറച്ച് ശിക്ഷകൾ പറയുന്നുണ്ട്. അത് ആ ഭരണാധികാരികൾ തീരുമാനിക്കാം. അയാൾ ചെയ്യുന്ന പ്രവർത്തിക്കനുസരിച്ചായിരിക്കും ശിക്ഷ ഉണ്ടാവാം. ഒരാൾ മതം വിട്ടു എന്നുള്ള കാരണത്താൽ അയാളെ ശിക്ഷിക്കേണ്ട അല്ലെങ്കിൽ അയാളെ കൊല്ലേണ്ട ഒരു കാര്യമില്ല. അപ്പൊ ഞാൻ ചരിത്രം പറഞ്ഞുതരാം. ആ ആയത്തുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചരിത്രം ഞാൻ പറഞ്ഞുതരാം. ഈ ആയത്തിന്റെ സന്ദർഭം എന്താണെന്ന് വെച്ചാൽ ഒരു കൂട്ടം ആളുകൾ, ഒരു 5-6 ആളുകൾ ഇസ്ലാം സ്വീകരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട്, ഒരു കുറച്ച് ക്രിസ്ത്യാനികളാണ്, അവർ ഇസ്ലാം സ്വീകരിച്ചു എന്ന് പറഞ്ഞ് നബിയുടെ അടുത്ത് വന്നു.
അങ്ങനെ നബിയുടെ അടുത്ത് വന്നിട്ട് ഇവർ പറഞ്ഞു ഞങ്ങൾ ഇസ്ലാം സ്വീകരിച്ചു എന്ന് പറഞ്ഞു. കുറച്ച് പാവപ്പെട്ട ആളുകളാണ്, ഞങ്ങളടുത്ത് ഭക്ഷണമൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ പ്രവാചകൻ എന്ത് ചെയ്തു, അവർക്ക് വേണ്ട താമസം, അതുപോലെ ഭക്ഷണം, അതേപോലെ ഒരു ഒട്ടകം, അവർക്ക് പാല് കറന്ന് കുടിക്കാനുള്ള ഒരു ഒട്ടകവും കൊടുത്തു. അത് മാത്രമല്ല ഇവർക്ക് സഹായത്തിന് ഒരാളെയും കൊടുത്തു. അപ്പൊ ഇവർ പറഞ്ഞു ഞങ്ങൾ നാട്ടിലേക്ക് തിരിച്ചു പോകാന്ന് പറഞ്ഞു. അപ്പൊ ഈ സഹായിയായിട്ടുള്ള ഒരാളെയും കൊടുത്തു, ഒരു ഒട്ടകം കൊടുത്തു. ഇവർ നാട്ടിലേക്ക് തിരിച്ചു പോയി. അങ്ങനെ ഇവർ എന്ത് ചെയ്തെന്ന് വെച്ചാൽ പോകുന്ന വഴിയിൽ ഇവർ എന്ത് ചെയ്തു, ഈ കൂടെ വന്ന അയച്ച ആളുണ്ടല്ലോ, പ്രവാചകൻ കൂടെ അയച്ച അയാളെ ക്രൂരമായിട്ട് കൊന്നു. കണ്ണ് ചൂന്നെടുത്ത് വെട്ടിക്കൊന്നു അയാൾ. കാലും കയ്യും ഒക്കെ എന്താ പറയാ അംഗവിച്ഛേദം ചെയ്തിട്ട് അയാളെ കൊന്നു എന്ന് മാത്രമല്ല, ഈ ഒട്ടകത്തെയും കൊന്ന് കശാപ്പ് ചെയ്ത് ഭക്ഷണമാക്കിയിട്ട് അവർ നാടുവിട്ടു. ഈ ആളുകളെയാണ് മതം വിട്ടവരെ കൊല്ലണം എന്ന് പറഞ്ഞ ഹദീസ് വരുന്നത്. അതാരാണ് ഏൽപ്പിക്കുന്നത്? അലി റളിയല്ലാഹു അൻഹുവിനെയാണ് ആരേൽപ്പിക്കുന്നത്? പ്രവാചകനെ ഏൽപ്പിക്കുന്നത്. അങ്ങനെയാണ് ഇവരെ കണ്ടുപിടിച്ചിട്ട് ഇവരെ വധിക്കുന്നത്. ഇപ്പൊ ഉദാഹരണത്തിന് ഇന്ത്യയിൽ ഒരു ഇതേപോലെ ഒരു സംഭവം നടന്നു വിചാരിക്കാം. ഇന്ത്യയിലേക്ക് പുറത്തു നിന്നും ഏതെങ്കിലും ഒരു ടീം വന്നു, എന്നിട്ട് നമ്മൾ ഇന്ത്യൻ പൗരത്വം സ്വീകരിക്കണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അതിന്റെ ഫോർമാലിറ്റീസ് ഒക്കെ ചെയ്തിട്ട് ഇവർക്ക് ഒന്ന് നാട്ടിലൊന്ന് തിരിച്ചു പോയിട്ടൊന്ന് വരണം എന്ന് പറഞ്ഞപ്പോൾ ഇവർക്ക് ഒരു ഡ്രൈവറൊക്കെ ആക്കി കൊടുത്ത് ഒരു വണ്ടിയും കൊടുത്തു. അങ്ങനെ ഇവർ പോകുന്ന വഴിക്ക് ഈ ഡ്രൈവറെ കൊന്നിട്ട് ഈ വണ്ടിയും ആയിട്ട് മുങ്ങി കഴിഞ്ഞു. ഇന്ത്യ എന്ത് നടപടി എടുക്കും? അവർ ആ ബൈക്ക് പോയിക്കോട്ടെ എന്നാണോ വിചാരിക്കുക? അല്ലല്ലോ, അവർക്ക് വധശിക്ഷ നടപ്പാക്കും. ക്രൂരമായിട്ടുള്ള കൊലപാതകങ്ങൾക്ക് അതിനുള്ള ശിക്ഷ നടപ്പാക്കും. അതാണ് ഇവിടെ സംഭവിച്ചത്. ഈ ഹദീസ് എടുത്തിട്ടാണ് ഈ ഹദീസ് എടുത്തിട്ടാണ് ഇവരെന്ത് ചെയ്യുന്നത്, മതം വിട്ടവരെ കൊല്ലണം എന്ന് പറഞ്ഞിട്ട് നടക്കുന്നത്. ഇത് വേദിയിലല്ല, നമുക്ക് എവിടെ വെച്ച് തെളിയിക്കാൻ കഴിയും. കാരണം നമ്മൾ റെഫറൻസ് വെച്ചിട്ടല്ലേ സംസാരിച്ചേ. ഇവര് വിളിക്കാറുണ്ട്, നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് പ്രാവശ്യം ഈ വിഷയം പറഞ്ഞതാണ്. ആൾക്കാർ തെറ്റിദ്ധരിക്കും. കാരണം ഇതിപ്പോ അങ്ങനല്ല, ഇപ്പൊ ഞാൻ പറഞ്ഞില്ല തെറ്റിദ്ധരിക്കില്ലേ? അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് ആ വിഷയം അറിയാത്തോണ്ട് നിങ്ങൾ എന്തായി? അല്ല, അറിയാത്തോണ്ട് തെറ്റിദ്ധരിച്ചു പോയില്ലേ? അത്രേ ഉള്ളൂ. അപ്പൊ നമുക്കിപ്പോ പറയാനല്ലേ പറ്റുള്ളൂ. അയാളെ തിരുത്താനൊന്നും നമുക്ക് കഴിയൂലല്ലോ. അതൊന്നുമില്ല. കാരണം ഞാൻ എന്നിട്ട് മൂപ്പരോട് എനിക്ക് സംസാരം കിടത്താൻ നമുക്ക് മനസ്സിലായില്ലേ? അത് ഞാൻ മനസ്സിലാക്കിന്. കാരണം നിങ്ങൾ പെട്ടെന്ന് വിളിച്ചതിൽ നിങ്ങളൊന്ന് പേടിച്ചിട്ടാണ് സംസാരിക്കുന്നത്. പേടിച്ചു പറഞ്ഞാൽ എനിക്ക് പേടി പറഞ്ഞ പേടി പറഞ്ഞാൽ നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നല്ല. നിങ്ങളോട് എന്തെങ്കിലും ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ റെഫറൻസ് കാണിക്കാൻ കഴിയില്ല. എനിക്ക് അറിയുന്ന വിഷയം എനിക്ക് ഞാൻ പ്ലംബിംഗ് വർക്ക് ചെയ്യുന്ന ആൾ തന്നെയാണ്. വർക്കായിരുന്നു ഞാൻ പറഞ്ഞു ഇപ്പൊ വർക്കല്ല വേറെ വർക്കിലാണ് ഉദ്ദേശിച്ചത്. നമ്മൾ നാടൻ വർത്താനല്ലേ പറയണത്. അത് തെറ്റിദ്ധരിപ്പിക്കല്ല, അങ്ങനെയല്ല ഉണ്ടായത്. ഞാൻ ഇപ്പൊ ആ വർക്കിലല്ല വേറെ വർക്കിലാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഞങ്ങളുടെ വർത്താനം ഫുള്ള് അങ്ങനെ, നമ്മൾ പൊതുവെ അങ്ങനെയല്ലേ പറയാം. ഞാൻ എല്ലാത്തിനെയും കുറിച്ചിട്ട് പഠിക്കണമെന്ന് അറിയാം. ഇന്നാലാണ് നമ്മൾ വെറുതെ ജനിച്ചിട്ട് പോകുന്നതാണ് പോയിട്ട് കാര്യമില്ല. അല്ല, ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഇന്നലെ പറഞ്ഞല്ലോ, ഒരു മനുഷ്യനെ പോലും അന്യായമായിട്ട് കൊല്ലാൻ പാടില്ല. ഒരാളെ കൊന്നു കഴിഞ്ഞാൽ എന്താണ്, ഭൂമിയിലുള്ള എല്ലാവരെയും കൊന്നതിന് തുല്യമായ ശിക്ഷയാണ് അവന്. നമ്മുടെ മനസ്സിൽ അങ്ങനെയൊക്കെ പഠിപ്പിച്ചിട്ട് ഞാൻ ഇത്തിരി കോടിക്കണക്കിന് ജനങ്ങൾ ഇത് എങ്ങനെ വിശ്വസിക്കണം, അതൊക്കെ എനിക്ക് ഡൗട്ട് അടിക്കുന്നുണ്ട്. ഇതിപ്പോ ഇന്ത്യന്റെ നമുക്ക് മൊത്തം ഒരു ഇന്ത്യന്റെ നിയമം മാത്രം എടുക്കാം. ഇന്ത്യയിൽ ആരെങ്കിലും കൊല്ലാനുള്ള അനുവാദം ഉണ്ടോ? ഇല്ല. എന്നാൽ ചില സമയത്തുണ്ട്. അതെന്താണ്, ഒരാളെ കൊന്നു, ക്രൂരമായി കൊന്നു. അത് അപൂർവമായിട്ടുള്ള ചില കേസുകൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പൊ വധശിക്ഷ നടപ്പാക്കുന്നുണ്ട്. അപ്പൊ ഇതെടുത്തിട്ട് ഒരാൾ വന്നു, അത് കണ്ടോ, ഇന്ത്യന്റെ നിയമമാണ് വധശിക്ഷ നടപ്പാക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സ്ഥിതി? പ്രശ്നം നമ്മൾ പഠിച്ച ആള് വിളിച്ചാൽ മദ്രസ പോട്ടെ, പഠിക്കാത്ത ആള് വിളിച്ചാൽ പോട്ടെ. അല്ല, നമ്മൾ വിളിച്ചാൽ അവർ ഒറ്റ ഉണ്ടാക്കാൻ കഴിയാം. അല്ല, ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ നല്ല ശാന്തമായി സംസാരിക്കും. പഠിക്കാത്ത ആള് പഠിച്ച ആള് വിളിച്ചാൽ മദ്രസ പോട്ടെ. പിന്നെ എങ്ങനെ ആൾക്കാരെ വിളിച്ച് ചോദിക്കാം? വിളിക്കുന്നവരൊക്കെ എന്താ പറയുക, വിളിക്കുന്നവർ കുറച്ച് വൈലന്റ് ആയിട്ട് നമ്മൾ കാര്യമില്ല. അല്ല, നമ്മൾ വൈലന്റ് ആക്കുകയാണ് ഇവര്. ഞാൻ വൈലന്റ് ആയിട്ട് സംസാരിക്കാറില്ലല്ലോ. എന്റെ ഏതെങ്കിലും ഒരു ഫോൺ സംഭാഷണം ഞങ്ങൾക്ക് അയച്ചിട്ടുണ്ട്, ഇവനെ വെച്ച് സംസാരിച്ചേ. അവസാനം സംസാരിച്ചു വൈലന്റ് ആയിട്ട് ഇന്നത്തെ കാലത്ത് ഒന്നും കിട്ടാൻ പോകുന്നില്ല. ഇല്ല, നമ്മൾ ഇവരെന്താ വെച്ചാൽ ഒറ്റ ഉണ്ടാക്കുക. ഞാൻ അത് കേൾക്കും. എന്റെ ചെറുപ്പകാലത്ത് ഞാൻ അങ്ങനെ ഒന്ന് പറഞ്ഞ് ഉണ്ടാക്കാൻ ചൂടായിരുന്നു. പക്ഷെ എന്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത് ഇതൊന്നും നല്ല ജീവിതം. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ ഇതിൽ നിങ്ങൾക്ക് മനസ്സിലായില്ലേ 12ാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത് എന്താണെന്നുള്ളത്. മതം വിട്ടു എന്നല്ല അവന്റെ കാരണം, അവൻ അതിനപ്പുറം ചെയ്തതാണ്. ഇതിപ്പോ കാടിറക്കി എന്താ വെടിയൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. മദ്രസയിൽ പഠിപ്പിക്കുന്ന പറഞ്ഞാൽ 1ാം ക്ലാസ് ഏതെങ്കിലും ഒരു ഹെഡിങ്ങും അതിന്റെ ചെറിയ ചില സെന്റൻസും മാത്രമാണോ ഈ ഫിഖ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഞാനത് എനിക്ക് വിളിച്ചില്ല. ഇപ്പൊ 12ാം ക്ലാസ്സിൽ എത്തിയില്ലേ? അതെ, ഇതുവരെ മദ്രസയിൽ മാത്രമാണ്. ഇതിപ്പോ 12ാം ക്ലാസ് പറഞ്ഞാൽ 18 വയസ്സിന് പുറത്തുള്ള ആലിമ്യങ്ങളായിട്ട്, അതായത് ഖുർആൻ ഇതൊക്കെ പഠിച്ചതിന് ശേഷം പഠിക്കുന്ന ആളുകൾ. ഞാനിപ്പോ എന്റെ കുട്ടിനെ വിടുന്നുണ്ട്. എന്റെ കുട്ടിനെ ഞാൻ എന്ത് പഠിപ്പിക്കാനാ വിടുന്നത്? ഒരാളെ കൊല്ലാൻ പഠിപ്പിക്കാൻ. അല്ലെങ്കിൽ തന്നെ ഇത് രാജസുരക്ഷയായിട്ട് ബന്ധപ്പെട്ട നിയമമാണിത്.
അല്ലാതെ ഏതെങ്കിലും നാട്ടിലുള്ള ഒരാൾ മതം വിട്ടു വേറെ എന്തെങ്കിലും ചെയ്തു എന്നുള്ളത് കൊണ്ട് അയാളെ കൊല്ലണം എന്നൊന്നും ഈ ഒരു ആയത്തൊന്നോ ഒരു ഫുക്കാക്കളും ഒരു കാളിയും പറയില്ല. അല്ല ഞാൻ വെറുതെ ചോദിച്ചേ, ഞാൻ പറഞ്ഞതിൽ വല്ല വിറ്റും നിങ്ങൾ പബ്ലിക്കിനോടൊന്ന് ചോദിച്ചു നോക്കി അറിഞ്ഞു നിങ്ങൾ പറഞ്ഞതിൽ തെറ്റിദ്ധാരണ ഉണ്ടോ? അതെ, ഇതന്നെ ഇവര് തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നുണ്ടോ ഇല്ല എന്നുള്ളത് നമ്മൾ ശരിക്കും ഒന്ന് ഒരു ജനങ്ങളോട് ചോദിച്ചാൽ തന്നെ മനസ്സിലാക്കാൻ കഴിയും. അല്ല, ഇതൊരു മറ്റേ പബ്ലിക് വീഡിയോ ഉണ്ടല്ലോ, ഒന്ന് എടുത്തു കഴിഞ്ഞാൽ മനസ്സിലാവും. വിചാരിച്ചിട്ടാണ്, ഒന്നുമല്ല, സത്യം പറഞ്ഞ പേടിച്ചിട്ടാണ്. എന്തായാലും ഞാൻ രണ്ടാമത്തെ ഒരു വിഷയം കൂടി പറയാം. എന്തായാലും നമുക്ക് പെട്ടെന്ന് വീഡിയോ ഇതാക്കാൻ വിചാരിച്ചിട്ടാ. രണ്ടാമത്തെ നിങ്ങൾ സംസാരത്തിൽ അവൻ പറഞ്ഞു മതപ്രബോധനം നടത്താൻ വേണ്ടിയിട്ട് ദാവാ കോളേജുകൾ, അതായത് മതപ്രബോധനത്തിന് മാത്രമായി ദാവാ കോളേജുകൾ ഈ കേരളത്തിലുണ്ട്. മൂപ്പര് ചോദിച്ചതേ പണ്ഡിതന്മാരോട് ചോദിക്കേണ്ട ചോദ്യങ്ങളാണ് എന്നോട് ചോദിക്കുന്നത്. അപ്പൊ അതായത് മതം ആളുകൾക്ക് പ്രചരിപ്പിക്കാനൊക്കെ ആയിട്ട് ദേവ കോളേജുകളൊക്കെ ഉണ്ടല്ലോ, ആളുകളെ മതത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് വെച്ചിട്ടുണ്ടല്ലോ. അപ്പൊ നിങ്ങൾ പറഞ്ഞാൽ അതൊക്കെ നിങ്ങൾ നിയമപരമായിട്ട് നോക്കാന്ന് പറഞ്ഞല്ലോ. അപ്പൊ അത് നിങ്ങൾ വിചാരിച്ചത് എന്താ വെച്ചാൽ ഒരാളെ പിടിച്ചു വെച്ചിട്ട് മതത്തിലേക്ക് കൊണ്ടുവരാൻ ദേവ കോളേജുകളൊക്കെ ഉണ്ട് എന്നുള്ള രീതിയിലാണ് അവൻ സംസാരിച്ചത്. പക്ഷെ അങ്ങനെയല്ല. എന്താണ് ഇവിടെ സംഭവിക്കുന്നത് വെച്ചാൽ ഇപ്പൊ ഇന്ത്യന്റെ നിയമപ്രകാരം നമുക്ക് ഒരാൾക്ക് മതം അനുഷ്ഠിക്കാനും അത് പ്രചരിപ്പിക്കാനുള്ള അനുവാദം ഇന്ത്യ നൽകുന്നുണ്ട്. ആർട്ടിക്കിൾ 25 പ്രകാരം ഒരാൾക്ക് മതവിശ്വാസം അനുഷ്ഠിക്കാനും അവനത് പ്രചരിപ്പിക്കാനുള്ള അനുവാദമുണ്ട്. ആ അനുവാദം വെച്ചിട്ട് തന്നെയാണ് ഈ ദേവാ കോളേജുകളൊക്കെ ഇവിടെ വർക്ക് ചെയ്യുന്നത്. ഒരു ദേവാ കോളേജിനെതിരെ ഇവർക്ക് കേസ് ഞാനിപ്പോ ദേവപ്രവർത്തനം നടത്തുകയാണ്. ഇപ്പൊ ഏതെങ്കിലും ഒരു മുസ്ലിം അല്ലാത്ത ഒരാളോട് പറയും ഇസ്ലാമിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാന്നുള്ളത് കൊണ്ട് അതെങ്ങനെ നിയമവിരുദ്ധമാവുക? അതേ സ്ഥാനത്ത് ഞാൻ അയാളെ പിടിച്ചു വലിച്ചിട്ട് വിശ്വസിച്ചേ പറ്റൂ എന്ന് പറഞ്ഞാൽ അത് നിയമവിരുദ്ധമാണ്. അതന്നെ ഞാൻ മറ്റേ അസംബായുടെ വീട്ടിൽ പറഞ്ഞേ. ഇതിപ്പോ രാഷ്ട്രീയ പാർട്ടി എന്നല്ല വലിക്കൊണ്ടാണ് വണ്ടൂർ വിഷയിക്കാല്ല, അതൊരു പോയിക്കോട്ടെ. അത്രേ ഉള്ളൂ. മതത്തില് ബലപ്രയോഗം ഇല്ല എന്നുള്ള ആയത്തൊക്കെ നമ്മൾ വായിച്ചല്ലോ, അതാണ് ആവശ്യം. ഇനി പിന്നെ വരുന്നത് എന്ന് വെച്ചാൽ അയാൾ ചോദിച്ചത് ഇസ്ലാമില് 4 വരെ കെട്ടാന്നുള്ള നിയമമുണ്ടല്ലോ, പക്ഷെ എന്തുകൊണ്ട് ആളുകൾ കെട്ടുന്നില്ല? അതൊന്നും നോക്കണ്ട. അപ്പോൾ ഇസ്ലാമിന്റെ നിയമം ആരും അനുഷ്ഠിക്കുന്നില്ല എന്നാണ് അയാൾ പറഞ്ഞു തന്നത്. ഇസ്ലാമിൽ അങ്ങനെ 4 കെട്ടണം എന്നൊരു നിർബന്ധമില്ല. അത് മാത്രമല്ല ഖുറാനിൽ പറഞ്ഞ എന്താ വെച്ചാൽ സൂറത്ത് നിസായിൽ നിങ്ങൾ ഒരുവളേക്ക് മാത്രം തിരിഞ്ഞുകൊണ്ട് മറ്റുള്ളവളെ കെട്ടിയിട്ട് പോലെ ആക്കരുത്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഒരുവളെ മാത്രം വിവാഹം കഴിക്കുക. നിങ്ങൾക്ക് നീതി ഉറപ്പാക്കാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരുവളെ മാത്രം വിവാഹം കഴിക്കുക എന്ന് പറയുന്ന ഒരേ ഒരു ഗ്രന്ഥം ഖുർആൻ മാത്രമേ ഉള്ളൂ. മറ്റുള്ള ഒരു ഗ്രന്ഥത്തിലും വിവാഹത്തെ പറ്റി തന്നെ പറയില്ല. സത്യം പറഞ്ഞാൽ അറിയാത്ത കാര്യത്തിട്ട് ഞാൻ കുടുങ്ങി. ഇപ്പൊ പോയി കഴിഞ്ഞാൽ കളനായി മാറും. അതെ, ഞാൻ കട്ടിയാതെ ഫുള്ള് കേട്ടുകൊണ്ടിരുന്നത്. ഇവിടെ ഈ ലിയാഖത്ത് അലി, ജബ്ബാർ, ആരിഫ് ഹുസൈൻ, രവിചന്ദ്രനൊക്കെ അവരുടെ ഇതനുസരിച്ചിട്ട് എത്ര സ്ത്രീകളുമായിട്ടും ലിവിങ് ടുഗദർ നടത്താം, പ്രേമിച്ച് നടക്കാം, അവരെ വേറൊരു വീട്ടിൽ താമസിക്കുക, അവരെ അടുത്ത് പോവുക, എന്ത് വേണം ചെയ്യാം. എന്നാൽ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് പറ്റൂല. അങ്ങനെ ചെയ്യണമെന്ന് തോന്നുകയാണെങ്കിൽ അവൻ അവളെ 4 അറിഞ്ഞ് വിവാഹം കഴിച്ചിട്ട് കൂടെ താമസിപ്പിക്കാം. അതും അവരുമായിട്ട് എന്ത് ചെയ്യണം? അവർക്ക് ഈ ആദ്യത്തെ ഭാര്യക്ക് കൊടുക്കുന്ന എല്ലാം അവർക്കും കൊടുക്കാൻ കഴിയണം. നീതി നടപ്പാക്കാൻ കഴിയില്ലെങ്കിൽ ആ പണിക്ക് നിൽക്കണ്ടെന്നാ ഖുർആൻ പറഞ്ഞു. ഇവിടെ ഇനി പ്രവാചകന്റെ കേസ് പറഞ്ഞല്ലോ 9 ഭാര്യമാരെന്ന്. 9 ഭാര്യമാരുണ്ടെങ്കിൽ 9 ഭാര്യമാരും പ്രവാചകന് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ട്. ഖുർആനാണ് പ്രവാചകന്റെ ജീവിതം. നമുക്ക് ഒരു ഭാര്യ ഉണ്ടല്ലോ, ആ പെണ്ണുങ്ങളോട് ഒന്ന് ആരെങ്കിലും ചോദിക്കട്ടെ, ഇവനക്കൊക്കെ ഭാര്യ ഉണ്ടല്ലോ, ഓനക്കൊരു നല്ലൊരു സർട്ടിഫിക്കറ്റ് തരാൻ കഴിയും ആ ഭാര്യക്ക്? ഓന്റെ ഭാര്യ ഇവന് സർട്ടിഫിക്കറ്റ് കൊടുക്കും ഇവൻ നല്ലവനാണെന്ന്. ഇവന്റെ പറ്റി എല്ലാം അറിയുന്ന ഒരാള് ഇവന് സർട്ടിഫിക്കറ്റ് കൊടുക്കും. നമ്മളെ ഭാര്യമാരോട് തന്നെ ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മളെ പറ്റി ഒരുപാട് കുറ്റങ്ങൾ പറയും. എന്നാ പിന്നെ പ്രവാചകൻ അങ്ങനെ പറഞ്ഞ ഏതെങ്കിലും ഒരു ഭാര്യ പ്രവാചകനെ പറ്റി കുറ്റം പറഞ്ഞിട്ടുണ്ടോ? അല്ല, ചിലപ്പോ മാനനടമാണ് ചിലപ്പോ പറയണ്ടാവും, അല്ലെങ്കിൽ ഒരു കുറ്റം. അത് എല്ലാം ഇപ്പൊ നിങ്ങൾ മരിച്ചതിന് ശേഷം പറഞ്ഞൂടെ? പറയാലോ. പക്ഷെ പ്രവാചകൻ മരിച്ചതിന് ശേഷം ഒരുപാട് ഭാര്യമാരും ജീവിച്ചിരുന്നുണ്ട്, ഒരുപാട് കാലം. ആയിഷ റളിയല്ലാഹുഅൻഹയൊക്കെ 50 വർഷത്തിന് ശേഷമായിട്ടാണ് മരണപ്പെടുന്നത്. അവരൊക്കെ വളരെ പ്രവാചകനെ പറ്റി പറയുമ്പോൾ ഭയങ്കര 100 നാവാന്നൊക്കെ പറയില്ല നമ്മള്, അതേമാതിരിയായിരുന്നു സംസാരിച്ചിരുന്നത്. ഏകദേശം 2600 ഹദീസ് റിപ്പോർട്ട് ചെയ്ത മഹദിയാണ് ആയിഷ ബീബി. അപ്പൊ ആ വിഷയം നമ്മൾ ക്ലിയർ ചെയ്ത്. ഇനി അടുത്തൊരു വിഷയം മതപ്രബോധനം നമ്മൾ സംസാരിച്ചു, ഭാര്യമാരത് നമ്മൾ സംസാരിച്ചു. ഇനി അമുസ്ലിങ്ങളുടെ കണ്ടെടുത്ത് വെച്ച് കൊല്ലണം എന്ന് പറയുന്ന ആയത്ത് ഖുറാനിലുണ്ട് എന്നാണ് ഇവർ പറയുന്നത്. അതിപ്പോ ഇന്നലെ മാറിയിട്ട് മറ്റേ മുസ്ലിങ്ങളല്ല, അത് മാറിയിട്ട് ഇതായില്ലേ, എന്താ പറയാ? അതെ, അത് ഇവര് നിങ്ങളെ അതിന്റെ സംസാരത്തിനിടയിൽ അവൻ പറയുന്നുണ്ട് അതും ഉണ്ട് ഖുറാനിലെന്ന്.
അതെനിക്കറിയില്ല. അങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾ പറഞ്ഞ അതിനെ കുറിച്ച് എനിക്കറിയില്ല നിങ്ങൾ പറയുന്നുണ്ട്. ഈ ഇടയിൽ കൂടെ മറ്റേ തേങ്ങ പുട്ടുണ്ടാക്കുമ്പോ തേങ്ങ സാധാരണക്കാർക്ക് മനസ്സിലാവൂല പെട്ടെന്ന്. അപ്പൊ നിങ്ങൾ പറഞ്ഞു അതെനിക്കറിയില്ല എന്ന് പറഞ്ഞു നിങ്ങൾ. അപ്പൊ ആ ആയത്ത് ഇവിടെ ഈ ആയത്ത് വരുന്നത് സൂറത്ത് തൗബയിലെ 5-ാമത്തെ വചനാണ്. ആ 5-ാമത്തെ വചനം ആദ്യം ഞാൻ വായിക്കാം. അങ്ങനെ ആ വിലക്കപ്പെട്ട മാസം കഴിഞ്ഞാൽ ആ ബഹുദൈവ വിശ്വാസികളെ നിങ്ങൾ കണ്ടെടുത്ത് വെച്ച് കൊന്നുകളയുക. അവരെ പിടികൂടുകയും വളയുകയും അവർക്കെതിരെ പതിയിരിക്കുന്നവിടത്തെല്ലാം പതിയിരിക്കുകയും ചെയ്യുക. ഇനി അവർ പശ്ചാത്തപിച്ച് മടങ്ങുകയും നമസ്കാരം മുറപ്രകാരം നിർവഹിക്കുകയും സക്കാത്ത് നൽകുകയും ചെയ്യുന്ന പക്ഷം നിങ്ങൾ അവരുടെ വഴി അവർക്ക് ഒഴിവാക്കി കൊടുക്കുക. തീർച്ചയായും അള്ളാഹു ഏറെ പൊറുക്കുന്നവരും കരുണാനിധിയുമാണ്. ഇതാണ് ആയത്ത്. ഓക്കെ, ഇനി ഈ ആയത്തിന് ഒരു പശ്ചാത്തലമുണ്ട്. അത് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം മുതലൊന്ന് വായിക്കാം നമുക്ക്. സൂറത്ത് തൗബ എന്ന് പറഞ്ഞ സൂറത്തിൽ ഒരു വചനം 5-ാമത്തെ വചനം മാത്രമല്ലല്ലോ ഉള്ളത്, 1 മുതലുണ്ടല്ലോ. 1 മുതലേ ഒന്ന് വായിച്ചു തരാം ഞാൻ. ഇതിൽ 1-ാമത്തെ വചനം, ബഹുദൈവ വിശ്വാസികളിൽ നിന്ന് നിങ്ങൾ ആരുമായി കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ടോ അവരോട് അള്ളാഹുവിന്റെയും റസൂലിന്റെയും ഭാഗത്തു നിന്നും ബാധ്യത ഒഴിഞ്ഞതായി പ്രഖ്യാപിക്കുന്നു. അങ്ങനെ ആ 4 മാസത്തിന്റെ സംഭവമൊക്കെ പറഞ്ഞിട്ട് ഏകദേശം 4-ാമത്തെ ആയത്ത് 4 കഴിഞ്ഞിട്ടാണല്ലോ 5 വരാം. എന്നാൽ ബഹുദൈവ വിശ്വാസികളുടെ കൂട്ടത്തിൽ നിന്ന് നിങ്ങൾ കരാറിൽ ഏർപ്പെടുകയും എന്നിട്ട് നിങ്ങളോട് അത് പാലിക്കുന്നതിൽ യാതൊരു ന്യൂനതയും വരുത്താതിരിക്കുകയും നിങ്ങൾക്കെതിരെ ആർക്കും സഹായം നൽകാതിരിക്കുകയും ചെയ്തവർ ഇതിൽ നിന്ന് ഒഴിവാണ്. അവരോടുള്ള കരാർ അവരുടെ കാലാവധി വരെ നിങ്ങൾ നിറവേറ്റുക. തീർച്ചയായും അള്ളാഹു സൂക്ഷ്മത പാലിക്കുന്നവരെ ഇഷ്ടപ്പെടുന്നു. അപ്പൊ ഇവിടെ ഒരു കരാറിന്റെ വിഷയമാണ് പറഞ്ഞു വരുന്നത് അല്ലേ? ഏതാണ് ആ കരാർ? നമുക്ക് ഇനി പരിശോധിക്കേണ്ടി. ഇവിടെ ഹുദൈബിയ സന്ധി എന്ന് പറഞ്ഞിട്ടൊരു സന്ധി നടക്കുന്നുണ്ട്. അതായത് ഹിജ്റ 6-ാമത്തെ വർഷം, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്ത് പോയതിനു ശേഷം ഒരുപാട് ഉഹദ്, അതേപോലെ തന്നെ ബദർ, അതിനുശേഷം ഖന്തക്ക്, ഇങ്ങനത്തെ യുദ്ധങ്ങളൊക്കെ സാഹചര്യങ്ങൾ നടക്കുന്നുണ്ട് മക്കക്കാരുമായിട്ട്. അപ്പൊ ഇതിലൊരു ഇതുണ്ടാക്കണം. ഇങ്ങനെ യുദ്ധം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇസ്ലാമിക പ്രബോധനം വളരെ മോശമായിട്ട് പോവാണ്. കാരണം ഇസ്ലാമിലേക്ക് ആളുകളെ എത്തിക്കുക എന്നുള്ള ഈ പ്രബോധന ദൗത്യം വളരെ കുറഞ്ഞു വരികയാണ്. അപ്പൊ ഈ സമയത്ത് തന്നെ ഇവരും ഇങ്ങോട്ട് ഇത് ഒരു സന്ധി ഏർപ്പെടാമെന്നുള്ള രീതിയിലേക്ക് എത്താണ്. അങ്ങനെ ഈ ഹിജ്റ വർഷം 6-ാമത്തെ വർഷം ഹുദൈബിയ സന്ധി ഉണ്ടാവാണ്. എന്താണ്? 10 വർഷക്കാലം തമ്മിൽ യുദ്ധങ്ങൾ ഉണ്ടാവില്ല. ഇപ്പം വെടിനിർത്തൽ കരാറൊക്കെ നമ്മൾ രാജ്യങ്ങൾ തമ്മിൽ ഉണ്ടാവല്ലോ, അതേപോലെ തന്നെ യുദ്ധങ്ങൾ പാടില്ല എന്നുള്ള ഒരു കരാർ മുന്നോട്ട് വെക്കാം. അങ്ങനെ ഈ കരാർ ഏകദേശം 2 കൊല്ലം 3 കൊല്ലം ആവുന്നതിന്റെ 3 കൊല്ലം ആയതിന്റെ ശേഷം ഇവരിൽ ഒരു ഗോത്രം എന്ത് ചെയ്ത് ഈ കരാർ ലംഘിച്ചുകൊണ്ട് മുസ്ലിങ്ങളുമായിട്ട് കരാറുള്ള ഒരു ഗോത്രമായിട്ട് സംഘടനം ഏർപ്പെടുകയാണ്. അപ്പോൾ ഇതെന്ത് ചെയ്തു? പ്രവാചകൻ ഈ മക്കക്കാരെ അറിയിച്ചു, ഖുറൈശികളെ അറിയിച്ചു, ഇങ്ങനെ പറ്റൂല, ഒന്നെങ്കിൽ കേട്ടില്ല. ഓക്കെ, ജസ്റ്റ് ഇത് കൂടി കഴിഞ്ഞാൽ നമുക്ക് നിർത്താതിരിക്കാം. അപ്പൊ ഈ വിഷയം കൂടി ഞാനൊന്ന് ക്ലിയർ ചെയ്തുതരാം. അപ്പൊ ഈ ഹുദൈബിയ സന്ധിന്റെ ശേഷം എന്ത് ചെയ്തു? ഇവർ കരാറ് ലംഘിച്ചു. അതായത് ബനു ബക്കർ ഗോത്രം എന്ത് ചെയ്തു? പ്രവാചകനുമായിട്ട് കരാറുള്ള ഗോത്രത്തെ ആക്രമിച്ചു. അപ്പൊ അത് ഒരിക്കലും ശരിയായിട്ടുള്ള നടപടിയല്ല. അപ്പൊ എന്ത് ചെയ്തു? പ്രവാചകൻ ഖുറൈശികളെ അറിയിച്ചു, ഇത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, ഒന്നെങ്കിൽ നിങ്ങൾ അവർക്കെതിരെ നടപടി എടുക്കണം, അല്ലെങ്കിൽ ഇവർക്ക് നഷ്ടപരിഹാരം കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഖുറൈശികൾ അതിന് തയ്യാറായില്ല. അങ്ങനെയാണ് മക്കൻ ഫതഹ്, അതായത് ഹിജ്റ 9-ാം വർഷം പ്രവാചകൻ എന്ത് ചെയ്യുന്നത്? മക്കയിലേക്ക് ഒരു കൂട്ടം ആളുകളായിട്ട് പോകുന്നത്. അപ്പൊ ഈ സമയത്ത് ഈ 3 വർഷക്കാലം ഉണ്ടല്ലോ, ഈ 3 വർഷക്കാലം, അതായത് ഒന്നുമില്ലാത്ത ഈ 3 വർഷമാണ് ഏറ്റവും കൂടുതൽ ഇസ്ലാമിലേക്ക് ആളുകൾ എത്തിയത്, സമാധാനപരമായ അന്തരീക്ഷത്തിൽ. ഞാൻ ഒരു കാര്യം പറയട്ടെ, പിന്നെ എന്തായാലും ഇവരിങ്ങനെ നടക്കണോണ്ടാണ് ഞാനത് കൂടുതൽ പഠിക്കാൻ നോക്കിയത്. അതെ, നമ്മളൊക്കെ ആ വിഷയം അറിയാൻ ശ്രമിച്ചതിന്റെ കാരണം ഇവരുടെ വിമർശനമാണ്. ഇതൊക്കെ ചർച്ച ചെയ്ത് തുടങ്ങിയത് ഇപ്പോഴാണ്, ഇത്രയും കാലത്തൊന്നും മൈൻഡ് ചെയ്യാൻ രീതിയില്ല. അതെ, ഇവരെ കൊണ്ടുള്ള ഉപകാരങ്ങൾ ഇങ്ങനെയുണ്ട് ആളുകൾക്ക്, കുറച്ച് ആളുകൾക്ക്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ സംസങ്ങളെ കുറിച്ച് പറഞ്ഞില്ലേ, അത് ഞാൻ നമുക്ക് ലാസ്റ്റിലേക്ക് എടുക്കാൻ വിചാരിക്കും. ഇതും കൂടി ഒന്ന് ഞാൻ ഈ വിഷയം ഒന്ന് പൂർത്തിയാക്കട്ടെ. അപ്പൊ ഈ ഒരു പ്രവാചകൻ ഇവിടേക്ക് ചെല്ലാണ്, മക്കയിലേക്ക് ഒന്നായിട്ട് ചെല്ലുന്ന സമയത്ത് ഇറങ്ങുന്ന ആയത്തുകളാണ് ഈ പറഞ്ഞ ആയത്തുകൾ. കാരണം ഇവർ കരാർ ലംഘിച്ചു. അപ്പൊ ഈ കരാർ ലംഘിച്ചു. ഇപ്പൊ ഉദാഹരണത്തിന് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടക്കുന്ന സമയത്ത് ഇന്ത്യ പാകിസ്ഥാൻ ഒരു കരാർ വെക്കുകയാണ്, യുദ്ധം ഇനി അല്ലെങ്കിൽ വെടിനിർത്തൽ കരാർ വെക്കുകയാണ്. എന്നാൽ പാകിസ്ഥാൻ ഇത് ലംഘിച്ചുകൊണ്ട് ഇന്ത്യയിലേക്ക് ഏതെങ്കിലും രീതിയിൽ ബോംബോ എന്തെങ്കിലും വെടി വെക്കുക ചെയ്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അവിടെ ആ കരാറിന്റെ വാല്യൂ നഷ്ടപ്പെടും. അപ്പം ഇന്ത്യ തിരിച്ച് അങ്ങോട്ടും ആക്രമിക്കാൻ തുടങ്ങും. ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? ഇന്ത്യയുടെ ആർമി ഓഫീസർ, ഒരു മേജർ ആയിട്ടുള്ള ഒരാള് ആർമികൾക്ക് എന്തായിരിക്കും ഉത്തരവ് കൊടുക്കുക? നിങ്ങൾ അവരെ കണ്ടെടുത്ത് വെച്ച് വെടിവെച്ച് കൊല്ലണം എന്നാണോ, അല്ലെങ്കിൽ നിങ്ങൾ അവരെ കണ്ടെടുത്ത് വെച്ച് റോസാപ്പൂ കൊടുക്കണം എന്നാണോ?
എന്തായിരിക്കും കൊടുക്കുക? ഞാൻ മറ്റേ നമ്മുടെ NCC ഉണ്ട്, തോട്ടക്കര NCC ഉണ്ട്, അവിടുന്ന് ക്യാമ്പിനൊക്കെ പോയിട്ട് വർക്ക് ചെയ്ത ആളാ. എവിടെ കോഴിക്കോട് മാവൂരില്ലേ, ഇവരെ വിചാരം ഞാന് പെട്ടെന്ന് ഇങ്ങോട്ട് എടുത്തിട്ട് വന്ന ഒരാളാച്ചിട്ടാ. അത് മറ്റാള് പൈസ തന്നിട്ട് ചെയ്യുന്ന ഒരു ഫീലാണ് അവർക്ക് തോന്നിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ ഞാന് കുറെ കാലം ഇപ്പൊ 2006 മുതൽ വർക്ക് ചെയ്ത് തുടങ്ങിയതാ. ആർമിയിലൊക്കെ ഞാൻ എന്റെ ഒരു ചെറിയൊരു കൈവതത്തിന് ഒഴിവായതാണ്. എന്താ എനിക്ക് പേടിയായിട്ട്, സത്യം പറഞ്ഞ പേടിയായിരുന്നു. അപ്പൊ ഇത് ഇപ്പൊ ഈ വിഷയം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇതാണ് ഈ ഓരോ വിഷയത്തിലും ഇവർ കൊണ്ടുവരുന്ന ഏത് വിഷയമാവട്ടെ, ഇവർ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്ന ഏത് വിഷയത്തിലും മറുപടി ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ ഒരു ഉദാഹരണത്തിന് ഞാനൊരു തെറ്റിദ്ധരിപ്പിക്കുന്ന രീതി ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ നമ്മളെ ഉസ്മാൻ റളിയല്ലാഹുവിനെ അറിയല്ലോ. ഉസ്മാൻ റളിയല്ലാഹുവിനെ വധിക്കാൻ വേണ്ടി വരുന്ന ആളുകളുണ്ട്. അവര് മുന്നോട്ട് വെച്ച ചില കാര്യങ്ങളുണ്ട്. അവർ പറഞ്ഞത്, ഒന്ന്, ബദറിൽ ഉസ്മാൻ റളിയല്ലാഹു പങ്കെടുത്തില്ല. 2, ഉഹുദിൽ യുദ്ധത്തിന്റെ സമയത്ത് തിരിഞ്ഞോടി. അതേപോലെ തന്നെ അസർ നമസ്കാരം ഒരു യാത്രയിൽ ജമ്മാക്കി നമസ്കരിച്ചില്ല. ഇതൊക്കെയാണ് ഇവര് ഉന്നയിച്ച വാദങ്ങൾ. ഈ ഉസ്മാൻ റളിയല്ലാഹുവിനെ വധിക്കാൻ വേണ്ടിയിട്ടുള്ള വാദങ്ങൾ, കാരണങ്ങൾ. അപ്പൊ ഇതൊക്കെ സത്യമാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യമാണ്, സംഭവം ശരിയാണ്. ബദറിൽ പങ്കെടുത്തിട്ടില്ല, ഉഹുദിൽ തിരിഞ്ഞോടിയിട്ടുണ്ട്. ഇങ്ങനെ ഒരു സംഭവം ഒരു അസറിന്റെ സമയത്ത് ജമ്മാക്കി നമസ്കരിച്ചിട്ടില്ല. ഇതേ സംഭവം ഇബ്നു ഉമർ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ ഒരാൾ വന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം ഈ ഒരു ഈജിപ്തിൽ വന്നു ഉംറക്ക് വന്ന ആളാണ്. അപ്പൊ ഇബ്നു ഉമറിനോട് ചോദിച്ച സമയത്ത് ഇബ്നു ഉമർ അതെ എന്നൊക്കെ പറഞ്ഞു. അവസാനം ഇയാൾ ഓക്കെ എന്ന് പറഞ്ഞ അയാൾ സന്തോഷത്തോടെ തിരിച്ചു പോകുന്നു. ഇബ്നു ഉമർ തിരിച്ചു വിളിക്കുക, എല്ലാം നിങ്ങൾ എങ്ങോട്ടാ പോണേ, നിക്ക്, നിങ്ങൾ ചോദിച്ചതിന് ഞാൻ മറുപടി പറഞ്ഞല്ലോ, ഇനി അതിന്റെ വിശദീകരണം കൂടി കേൾക്ക്. ബദറിൽ എന്തുകൊണ്ട് പങ്കെടുത്തില്ല? അതിനൊരു കാരണമുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് ഉസ്മാൻ റളിയല്ലാഹുവിന്റെ ഭാര്യ, അതായത് പ്രവാചകന്റെ മകൾ രോഗാവസ്ഥയിലാണ്. അപ്പോൾ പ്രവാചകന് പറഞ്ഞു, യുദ്ധത്തിൽ പങ്കെടുക്കുന്നതിനേക്കാളും നിങ്ങൾക്ക് കൂലി കിട്ടുക നിങ്ങളുടെ ഭാര്യയെ നോക്കുക എന്നുള്ളതിന്, ശുശ്രൂഷിക്കുക, അവരെ സംരക്ഷിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ബാധ്യത എന്ന് പറഞ്ഞു. ഈ ബദറിൽ പങ്കെടുത്തതിന്റെ അതേ പ്രതിഫലം നിങ്ങൾക്ക് കിട്ടുമെന്നും പറഞ്ഞിട്ടാണ് പ്രവാചകൻ ബദറിൽ പങ്കെടുക്കേണ്ടതില്ല എന്ന് പറഞ്ഞത്. അറബി വാക്കിൽ ഒരേപോലെ ഒരു വാക്കിൽ ചിലപ്പോൾ 2 അർത്ഥങ്ങളൊക്കെ വരും. അതുണ്ടാവും, അത് ആ ആയത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വരുമ്പോൾ. അപ്പൊ ഇവരെന്താ ചെയ്യുന്ന വെച്ചാൽ ഇതേപോലെ ചില അർദ്ധസത്യങ്ങൾ എടുത്തിട്ട് തെറ്റിദ്ധരിപ്പിക്കുക. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഈ ബദറിൽ പങ്കെടുത്തിട്ടില്ല എന്നുള്ള ഒരു ആരോപണമാണല്ലോ വെച്ച്. ആ ബദറിൽ അന്ന് കൽബും തമ്മിൽ എന്താ അങ്ങനെ ഉള്ളിൽ നിർത്തി പറയാൻ, അതിന് 2 ഒന്നിനെ നായാന്ന് അർത്ഥം വരുന്നുണ്ട്, പിന്നെ സംഭവം അങ്ങനെ എന്തോ കൽബ് എന്ന് പറഞ്ഞാൽ അർത്ഥം വരുന്നത്. കൽബ് എന്ന് പറഞ്ഞാൽ ഹൃദയത്തിനാണ് പറയാ. അല്ല, നായാന്നുള്ള വാക്കിന് അതേമാതിരി അങ്ങനെ കൽബ് എന്ന് പറയും. കൽബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നായക്ക് പറയും. അതായത് ഒറ്റയടിക്ക് അർത്ഥം അതാണ്. അത് ചെറിയൊരു ഒരു ഹർഫ് മാറി കഴിഞ്ഞാൽ തന്നെ ചില വാക്കുകൾക്ക് അർത്ഥം. ഞാൻ സത്യം പറഞ്ഞില്ലേ, ഇവരെ കൊണ്ട് ഉപകാരം തന്നെ അല്ലാതെ നമുക്കൊരു പ്രശ്നമില്ല. കാരണം അത് പഠിക്കാൻ പറ്റുന്നുണ്ടല്ലോ. അതെ. അപ്പൊ ഇപ്പൊ നമ്മള് സംസാരിച്ച 4 വിഷയങ്ങൾ സംസാരിച്ചു. പിന്നെ വരുന്നത് നമ്മള് സംസംബിൾ ഐറ്റംസ്. അത് അവൻ പറഞ്ഞത് എന്താ വെച്ചാല് അവിടുന്നും ഫിൽട്ടർ ചെയ്തിട്ടൊക്കെയാണ് വരുന്നത്. അപ്പൊ ഞാനൊരു ഉദാഹരണം പറയാം. എന്റെ വീട്ടിൽ മുന്നിൽ ഒരു കിണറുണ്ട്, നല്ല ശുദ്ധജലമാണ്. ഞാൻ അതിൽ മുക്കി എടുത്തിട്ട് കുടിക്കാറുണ്ട്. അതേ സ്ഥാനത്ത് ഇതേ കിണറിന്ന് ഞാൻ മോട്ടർ അടിച്ചിട്ട് മുകളിലേക്ക് വെള്ളം അടിച്ചിട്ട് പിന്നെ ഞാൻ അത് ഫിൽട്ടർ ചെയ്തിട്ടാണ് കുടിക്കാറ്. അതേ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതേ അവിടെ സംഭവിക്കുന്നുള്ളൂ. അതിൽ അണുമുക്തമാക്കുക എന്നുള്ള, അതായത് ഇവിടെ ഈ വെള്ളം വരുന്ന സമയത്ത് അവരുടെ ടാങ്കിലും അല്ലെങ്കിൽ മറ്റു എന്തെങ്കിലും ആവാതിരിക്കാൻ അവരൊരു സൂക്ഷ്മത പാലിക്കുകയാണ് അവിടെ ചെയ്യുന്നത്. അല്ലാതെ കടൽ വെള്ളം എടുത്തിട്ടൊന്നും ശുദ്ധീകരിക്കല്ല. അപ്പൊ ഞാൻ എനിക്ക് ഡൗട്ട് അടിച്ചോ, ഇത്രയും നൂറ്റാണ്ടുകൾക്ക് മുന്നേ എങ്ങനെ പോയി കടൽ വെള്ളം ഫിൽട്ടർ ചെയ്തിട്ട് ചെയ്തോളി, അതായത് ഡൗട്ട് അടിച്ചതേ. അപ്പൊ അത്ര ഉപയോഗം ഉണ്ടാവില്ലായിരുന്നു. പിന്നെ നിങ്ങൾ പറഞ്ഞാൽ അതിൽ എനിക്കൊരു കോമഡി ഇഷ്ടപ്പെട്ടത്, അന്ന് ഹാജറ ബീവിയുടെ കാലത്ത് മുകളിലേക്ക് പൊന്തി വന്നാണല്ലോ. പിന്നെ ഇപ്പൊ എന്താ മുകളിലേക്ക് പൊന്തി വരാത്തെന്ന് വെച്ചപ്പോ നിങ്ങൾ പറഞ്ഞല്ലോ ബിഗ് ബാങ്ക് എങ്ങനെയാ പ്രപഞ്ചം ഉണ്ടായത്, ബിഗ് ബാങ്കിലൂടെ. ഓക്കെ, ഇപ്പോഴും ബിഗ് ബാങ്ക് സംഭവിക്കുന്നുണ്ടോ? അതാണ് അതിന്റെ ചോദ്യം ശരിക്കും. അല്ല, ഒരു പ്രവൃത്തി ഒരു വട്ടം നടന്നത് എപ്പോഴും അവർ അതിന് സമ്മതിച്ചിട്ടുണ്ട്. അവർ ഇടക്കിടക്ക് നടക്കുന്നുണ്ടോ? എനിക്ക് ഞാൻ പറഞ്ഞത് എനിക്ക് അറിയുന്ന വിഷയത്തിൽ ഞാൻ അവരോട് പറഞ്ഞു, അവർക്ക് അത് സംഭവം അത് ഏറ്റുന്നു. പിന്നെ ഇനി ഇവര് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ ഇവർക്ക് തന്നെ കിട്ടുമല്ലോ. ഇവർ ടെസ്റ്റ് ചെയ്യട്ടെ, സാധാ വെള്ളവും ഈ വെള്ളവും ഒന്ന് ടെസ്റ്റ് ചെയ്യട്ടെ, എന്തൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടെന്ന് ശാസ്ത്രീയപരമായിട്ട് ഇവര് തന്നെ ടെസ്റ്റ് ചെയ്യട്ടെ. ഒരു മുസ്ലിമിന് ശരിക്കും മനസ്സിലാക്കണം, ഇത് എടുത്ത് പഠിച്ചാൽ തന്നെ പഠി സംസംബളത്തിനെ കുറിച്ച്. ഇതിന്റെ ഡൗട്ട് ഞാൻ വിചാരിച്ചേ, ഇത്രയും നൂറ്റാണ്ടുകൾക്ക് മുന്നേ ഈ ഒരു സാധാരണ മനുഷ്യനപ്പോ പറഞ്ഞു അത്രയും അതിലും എങ്ങനെയൊക്കെ പറഞ്ഞത്. ഇത് സെക്കൻഡിൽ 80 ലിറ്റർ ആണ് ഒരു അതൊക്കെ കേട്ടിട്ടുണ്ട്. അതായത് ഏകദേശം ഒരു ദിവസം 7 ലക്ഷം ലിറ്റർ എവിടുന്ന് കിട്ടും? ഏത് കിണർന്ന് അവർക്ക് കിട്ടുക? ഒരു സെക്കൻഡിന് 80 ലിറ്റർ.
80 ലിറ്റർ. അതാ ഞാൻ അങ്ങനെ ആലോചിച്ചത്. ഇതിന് മാത്രം ഒരു മിനിറ്റിൽ എത്ര ലിറ്ററായി? 60 × 80. അതെ, അവിടെ തന്നെ എനിക്ക് ഡൗട്ട് അടിച്ചത്. പിന്നെ ഫിൽറ്ററിങ്ങിനൊക്കെ ഒരു പരിധിയില്ലേ? കടൽ വെള്ളം ഫിൽറ്റർ ചെയ്യാന്ന് പറഞ്ഞാൽ ആരോടായി പറയുന്നത്? അതൊരു ദിവസം 7 ലക്ഷം ലിറ്റർ കടൽ ലിറ്റർ വെള്ളം ഫിൽറ്റർ ചെയ്യാൻ എവിടുന്ന കഴിയാ? ഒന്നില്ലെങ്കിൽ ഫിൽറ്റർ സിസ്റ്റം കണ്ടുപിടിച്ചത് പ്രവാചകനാണ് സമ്മതിച്ചത്. അന്ന് ഫിൽറ്റർ ഫിറ്റ് ചെയ്തിട്ടുണ്ടോ? അത് മറ്റേ പ്രവാചകൻ ഫിൽറ്റർ പണ്ടും വരെ ഒക്കെ പോട്ടെ, ഈ ഫിൽറ്റർ ഒക്കെ കണ്ടുപിടിച്ച കാലത്തിന് മുമ്പ് 1800 നമുക്ക് എടുക്കാം. ആ കാലഘട്ടത്തിൽ കേരളത്തിലേക്ക് വരെ സംസം വെള്ളം കൊണ്ടുവരലുണ്ട്. അന്നൊക്കെ ഉപ്പുവെള്ളം കൊണ്ടുവന്നു. അല്ല, ഞാനതറിയുന്നു. ഒന്നില്ലെങ്കിൽ ഫിൽറ്റർ സിസ്റ്റം കണ്ടുപിടിച്ച പ്രവാചകൻ അവിടെയെങ്കിലും ഒന്ന് സമ്മതിച്ചു തരുമല്ലോ. ഇതൊക്കെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുക ഭയങ്കര സംഭവമാണ്. ഞാൻ ഇതിലൊക്കെ അറിവുള്ള ആളാണെന്നുള്ള രീതിയിൽ പറയാം. ഒരു ഉദാഹരണം പറയട്ടെ, ഞാൻ സിമ്പിളായിട്ട്. എന്റെ വീട്ടിൽ നടന്നൊരു സംഭവം. എന്റെ കുട്ടിക്ക് 4 വയസ്സായിട്ടുള്ളൂ. അവൻ നമ്മൾ കുട്ടികൾ കളിക്കുന്ന കളിപ്പാട്ടുണ്ടല്ലോ, മറ്റേ മൊബൈൽ പോലത്തെ, അതിൽ വലിയ ബാറ്ററിയാണ് ഇടുക. ഇവന് ഞാൻ വീട്ടിലെ റിമോട്ട് വേണ്ടി ചെറിയ ബാറ്ററി കൊണ്ടേ ചെയ്യുന്നു. ഇവന്റെ സ്പ്രിങ് വലിച്ചിട്ട് നീട്ടിട്ട് ചെറിയ ബാറ്ററി ഇട്ട് പാടിക്കുന്നു. കൈമ മുറിയെ കഴിക്കണം. അപ്പൊ ഞാൻ ആലോചിച്ചു, ഇവന്റെ ബുദ്ധി പോയ പോക്കിയാണ്. കാരണം ഒരിക്കലും നമ്മളെ കുറ്റം പറയാൻ പറ്റില്ല. അതെ അതെ അതെ, ഓരോരുത്തർക്കും അവരവരുടേതായ ഇതുണ്ടാവും. പക്ഷെ അറിവിനെ നമ്മള് തിരിച്ചറിവായിട്ട് ഉപയോഗിപ്പിക്കുമ്പോഴേ അത് ഉപകാരപ്രദമുള്ളൂ. പിന്നെ ഒരാൾക്ക് തെറ്റ് പറ്റിയ മറ്റേ വേടം പറഞ്ഞ മാതിരി തെറ്റ് പറ്റി കഴിഞ്ഞാൽ അത് പറ്റിയെന്ന് നമ്മൾ അല്ല, ഇവൻ എന്ത് കോൺഫിഡന്റോട് കൂടിയാണ് ഞാൻ കളവ് പറയില്ല എന്ന് പറയുന്നത്. നമ്മൾ എത്ര കളവ് പിടിക്കുന്നത്. ഞാൻ ഇന്നലെ പറഞ്ഞ തെറ്റെന്ന് ഞാൻ പറഞ്ഞില്ലേ? ഇന്നലെ പറഞ്ഞ എനിക്ക് എന്തൊക്കെ മിസ്റ്റേക്ക് പറ്റി പോയിരുന്നു. അതെ, ഇപ്പൊ നിങ്ങൾക്ക് ഇന്നലെ പറഞ്ഞതില് ഞാനിപ്പോ 5 വിഷയങ്ങൾ പറഞ്ഞു അതിൽ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാനത് പഠിക്കാത്തതിന്റെ പ്രശ്നമാണ്, വേറെ ഒന്നുമല്ല. ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഇനിയിപ്പോ ആരെങ്കിലും ചോദിച്ചാൽ തന്നെ നിങ്ങൾക്ക് അത് പറയാൻ കഴിയും വിചാരിക്കുന്നുണ്ട്. അറിയാത്തതിന്റെ പ്രശ്നമാണ്. അതെ, നിങ്ങൾ എന്ത് ചെയ്യാ ഒന്നുകൂടി ഒന്ന് പഠിക്കാൻ ശ്രമിക്കാം. ആകെ അറിയാൻ പറ്റുന്ന ഒരു കാര്യം പറഞ്ഞില്ലേ സംസം, അതിന് ഞാൻ അവിടെ ഇട്ട് കൊടുത്തു, മറ്റേ പറഞ്ഞിട്ടുണ്ട്. ഞാൻ കേട്ടു, അറിയുന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ട് ആവശ്യത്തിൽ. അതെ, ഓക്കെ. അപ്പൊ നമ്മളിപ്പോ ഞാൻ നിങ്ങളായാലും അവരോട് ആശയപരമായിട്ടാണ് നമുക്ക് എതിർത്ത്. അതെ, അല്ല നമുക്ക് വ്യക്തിപരമായിട്ട് അവരെ എതിർക്കേണ്ട ആവശ്യമില്ല. അല്ല, വ്യക്തിപരമായിട്ട് ഇവരെന്താ ചെയ്യുന്നത്? കാരണം ഉമ്മാനൊക്കെ നല്ല വിശ്വാസം, നമ്മളൊരാളെ ഇഷ്ടപ്പെടുന്ന ഒരാളെ നമ്മൾ പറയുമ്പോൾ അയാളെ ഉമ്മയെ പറ്റിയിട്ട് മറ്റുള്ളവർ പറഞ്ഞപ്പോ അയാൾക്ക് ശരിക്കും വേദനിച്ചു അല്ലേ? അപ്പൊ ഞാൻ ആരാധിക്കുന്ന ഒരു മറ്റേ പടച്ചോനെ പ്രവാചകൻ പറയുമ്പോൾ നമുക്കൊരു ഇറങ്ങാറുണ്ടാവും. അതെ, നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന പ്രവാചകൻ, നമ്മളെ ഉമ്മയേക്കാളും ഉപ്പയേക്കാളും ഇഷ്ടപ്പെടുന്ന പ്രവാചകനെ ഇവര് ധൈര്യം ഇരുന്നിട്ട് ചീത്ത പറയുകയും അവഹേളിക്കുകയും ചെയ്യുന്ന നമുക്ക് വേദനിക്കൂലേ? അപ്പൊ അല്ല, അതിനവര് മറുപടി പറയുന്നത് ആ സമയത്ത് കൂടുതൽ പ്രവാചകനെ ഇഷ്ടപ്പെടുന്നത് സ്വന്തം ഭാര്യനൊക്കെ ചോദിക്കുന്നു. ഞാൻ പറഞ്ഞത് എന്റെ ഭാര്യനോട് ഇഷ്ടമുള്ള പോലെ പ്രവാചകനെ സ്നേഹിക്കാൻ പറ്റുമോ? ഇല്ല, ഓരോരുത്തർക്കും ഓരോ സ്നേഹമാണ്. ഇഷ്ടങ്ങൾക്ക് ഓരോ രീതിയില്ല. അപ്പൊ എന്റെ മകനോട് ഇഷ്ടമുള്ള മാതിരി എന്റെ മകളോട് ഇഷ്ടമുണ്ടാകുക, ഒക്കെ ഓരോ ഇതുണ്ടാവില്ലേ? വ്യത്യാസം ഉണ്ടാവുമല്ലോ. ഓരോരുത്തരും ഓരോ രീതിയിലായിരിക്കും ഇഷ്ടം പ്രകടിപ്പിക്കുകയും ഇഷ്ടപ്പെടുകയും. എന്റെ ഉമ്മാനെ സ്നേഹിക്കുന്ന പോലെ എന്റെ ഭാര്യനെ സ്നേഹിക്കാം, അത് ഓരോന്നിനും ഓരോ അർത്ഥങ്ങളുണ്ട്. അതെ അതെ, അപ്പൊ അതൊക്കെ ഇവര് ഒന്നാക്കി മാറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. ഇവരെന്താ വെച്ചാൽ ഭാര്യനോട് നമ്മൾ പല ഇഷ്ടങ്ങളും ഉണ്ടാവും, അതുപോലെയല്ലേ നമ്മൾ പ്രവാചകൻ ഇഷ്ടപ്പെടുന്നത്. അല്ല, പക്ഷെ ഇവര് ചെയ്യുന്നത് എന്താ വെച്ചാൽ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കിയിട്ട് മനുഷ്യർക്കിടയിൽ വൈഭാഗീയത ഉണ്ടാക്കാന്നുള്ള അസംഭാവം. മറ്റേ ഞാൻ പറഞ്ഞില്ലേ വർക്കില് ഞാൻ എന്തോ ഒരു കുരുത്തം കൊണ്ട് അവിടെ പോയി പെട്ടാണ്, അല്ലാതെ ഒന്നുമില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ മൂപ്പര ഒരു വർഷത്തിന് മേലെ ഞാൻ 1.5 വർഷത്തോളായിട്ടുണ്ടാവും. അല്ല, ഇയാള് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇയാള് ഇനിയിപ്പോ നാളെ മറ്റന്നാളോ ഇസ്ലാമിലേക്ക് തിരിച്ചു വരില്ല എന്ന് ഉറപ്പില്ലല്ലോ. മൂപ്പര് കല്യാണം കഴിച്ച കൂട്ടം ചോദിച്ചപ്പോ ഞാൻ അതൊക്കെ മൂപ്പര താല്പര്യങ്ങളല്ലേ. അല്ല, ഇത് ഇപ്പൊ എന്താണ് വിഷയം എന്ന് വെച്ചാൽ, ഇപ്പൊ ഞാൻ നിങ്ങളെ ഉമ്മയെ പറ്റിട്ട് കുറച്ച് ചീത്ത പറഞ്ഞു കഴിഞ്ഞാൽ 4 ചന്ദനത്തിരി വെച്ചിട്ട് അല്ല, ഞാൻ പറയാണ്, ഞാൻ നിങ്ങളെ വീട്ടിലുള്ള ആരെങ്കിലും പറ്റിട്ട് ചീത്ത പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് ചൂടാവും. അപ്പൊ നിങ്ങൾ ചിലപ്പോ തിരിച്ചു പറയും അല്ലേ? ഇതാണ് അവിടെ സംഭവിച്ചത്. ഇവിടെ പ്രവാചകനെ ചീത്ത പറയുമ്പോ ഇവരെന്ത് ചെയ്തു? ചില ആളുകള് ഇയാളെ ചീത്ത പറഞ്ഞു, ഇവരെ വീട്ടുകാരി ചീത്ത പറഞ്ഞു. അത് സ്വാഭാവികമായിട്ട് ചില ആളുകൾ അവരുടെ ഇത് വെച്ചിട്ട് അവർ പറഞ്ഞു എന്ന് വിചാരിക്കാം. അത് ഇസ്ലാമിൽ മൊത്തത്തിൽ ഏൽപ്പിക്കല്ല ചെയ്യുന്നത്. ദേഷ്യത്തിൽ ചിലപ്പോൾ മനുഷ്യരാവും, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ടോ? അതിപ്പോ ഇയാള് ഡെയിലി ഇസ്ലാമിന് ചീത്ത പറയുന്നുണ്ടല്ലോ, അത് നിർത്താത്തത് എന്താ? അല്ല, നമ്മൾ ഈ തെറി പറയുന്നതിനെ നമ്മൾ സപ്പോർട്ട് ചെയ്ത് പറയല്ല, മാനുഷികമായിട്ട് ചില തെറ്റുകൾ സംഭവിക്കും. എനിക്കിപ്പോ എങ്ങനെ വെച്ചാൽ ഞാൻ യൂട്യൂബിൽ ഞാനൊക്കെ പഠിക്കുന്ന യൂട്യൂബിൽ നോക്കിട്ട് തന്നെയാണ്. അല്ല, നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം തന്നെ യൂട്യൂബിൽ നമ്പർ കിട്ടിയപ്പോ മൂപ്പർക്ക് അതിന്റെ എത്രയും മുന്നേ മൂപ്പരിന്റെ വർക്കിനെ വിളിച്ചിട്ട് മെസ്സേജ് വിടില്ല നമ്മള്, അത് വാട്സപ്പിൽ ഉണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനെ മൂപ്പരടുത്ത് പറഞ്ഞതാണ്. മൂപ്പരടുത്ത് യൂട്യൂബിൽ ഇട്ടത് എനിക്ക് അറിയില്ലായിരുന്നു. പിന്നെന്താ വെച്ചാൽ നമ്മള് മൂപ്പർ ഇട്ടാറും ഒക്കെ പിന്നെ മൂപ്പരെ സപ്പോർട്ട് ചെയ്യണ്ടേ? അതെ അതെ, നിങ്ങൾ പറഞ്ഞ കാര്യമായതുകൊണ്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യേണ്ടി വരും. അതെ, പിന്നെ നിങ്ങൾക്ക് ഞാനിപ്പോ സംസാരിച്ചതില് ഇനി വേറെ എന്തെങ്കിലും വിഷയങ്ങളിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇൻഷാല്ലാ നിങ്ങൾ എന്റെ വാട്സപ്പിൽ ഒരു മെസ്സേജ് അയച്ചാൽ മതി. പിന്നെ നമ്മള് അല്ല, തർക്കിക്കേണ്ട ആവശ്യമൊന്നും നമുക്ക് ആരോട് തർക്കിക്കേണ്ട ആവശ്യമില്ല.
പക്ഷെ നിങ്ങൾ ഒരു കാര്യം കൂടി ചെയ്യാ, കയ്യെങ്കിൽ ഖുർആൻ, വിശുദ്ധ ഖുർആൻ നിങ്ങൾക്ക് മലയാള പരിഭാഷ കിട്ടും. ഫ്രീ ടൈമിൽ വായിച്ചോ, പഠിക്കുക, കേൾക്ക്. യൂട്യൂബിൽ അതിന്റെ പരിഭാഷ പഠിച്ചിട്ട് ഞാൻ പറഞ്ഞില്ലേ അത്രേ ഉള്ളൂ. നമ്മൾ മതത്തിൽ യാതൊരു വിലപ്രയോഗമുള്ള സത്യം അസത്യത്തിൽ നിന്നും വേർതിരിച്ചു കഴിഞ്ഞു. ഞാനൊരാൾ പറഞ്ഞത് എങ്ങനെ വെച്ചാൽ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ കുട്ടി കാര്യം പറഞ്ഞില്ലേ, നല്ലതാണെങ്കിൽ നമ്മൾ എടുക്കുക. അപ്പൊ ഖുർആനെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും പറഞ്ഞത് മാനുഷിക വചനങ്ങളല്ല, ഇത് പ്രപഞ്ച സൃഷ്ടാവ് പറഞ്ഞതാണ്. അതുകൊണ്ട് അതിൽ ഒരിക്കലും തെറ്റ് ഉണ്ടാവില്ല എന്നുള്ളതാണ്. മറ്റുള്ള മനുഷ്യർ പറഞ്ഞത് തെറ്റ് സംഭവിക്കാം. അർത്ഥങ്ങളെ മാറി ഞാൻ പറഞ്ഞില്ലേ, ഉദാഹരണം കാര്യമാര് പറഞ്ഞില്ലേ ഒറ്റ വാക്കുമ്പോ തന്നെ ഇവരെന്ത് ചെയ്യുന്ന വെച്ചാൽ ചില കാര്യങ്ങൾ എടുത്തിട്ട് അത് തെറ്റിദ്ധരിപ്പിക്കാം. ഞാനിപ്പോ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇവര് തെറ്റിദ്ധരിപ്പിക്കാം. മതത്തിൽ പഠിക്കാത്ത പ്രശ്നം എനിക്ക് കേറുന്നുണ്ടാവില്ല. ചിലപ്പോ എന്തെങ്കിലും പഠിച്ചോന്റെ ഇതാവും. കാരണം ഇങ്ങനെ ഇതാക്കാനാവും യോഗം. ഇനിയിപ്പോ നിങ്ങൾക്ക് ഒരു വാശി പോലെ നിങ്ങൾക്ക് പഠിക്കാൻ കഴിയും. അല്ല, ഞാൻ മദ്രസയിൽ പഠിക്കാൻ എനിക്ക് അറബി വാക്ക് എന്റെ മണ്ടയിലേക്ക് കയറിയില്ല. അതിപ്പോ എല്ലാവർക്കും ഞാൻ 5ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. അതെന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ എന്റെ ഫാദറോട് ഉണ്ടാവില്ല, മൂപ്പര് ഗൾഫിലായിരുന്നു. പിന്നെ വീട്ടുകാർക്ക് അതിന് ഒഴിവില്ല പഠിപ്പിച്ചു തരാൻ. നമുക്കിപ്പോ എന്ത് ചെയ്യാ, മലയാള പരിഭാഷ കിട്ടുന്നുണ്ട്, അത് പഠിക്കാൻ ശ്രമിക്കാം. പഠിച്ചവനിപ്പോ മറ്റേ എത്ര ആള് മറ്റേ മതത്തിനൊക്കെ ഇസ്ലാമിലേക്ക് വരുന്നുണ്ട്, ഇഷ്ടം പോലെ വരുന്നുണ്ട്. അവരൊക്കെ ഇപ്പൊ അവരൊക്കെ ഇങ്ങനെ പഠിച്ചിട്ടുണ്ടല്ലേ. അതെ, അങ്ങനെ തന്നെയാണല്ലോ അവര്. ഓക്കെ, ഇൻഷാ അല്ലാഹ് എന്തായാലും നമുക്ക് പരിചയപ്പെട്ടതിൽ സന്തോഷം. എന്റെ പേര് ഷമീർ എന്നാണ്. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിച്ചാൽ മതി. ഞാൻ കോഴിക്കോട്. അത് ഇവര് ആളുകൾക്കിടയിൽ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കിയിട്ട് ഇവർക്ക് യൂട്യൂബിൽ വരുമാനം ഉണ്ടാക്കാന്ന് മാത്രമേ ഉള്ളൂ ഇവരുടെ ലക്ഷ്യം. യൂട്യൂബില് വരുമാനം എപ്പോ നിന്ന് കഴിഞ്ഞാൽ ഇവരെ ഒരു വിമർശനമായിട്ട് ഇവര് വരുമാനമൊക്കെ എല്ലാവർക്കും വേണം. പക്ഷെ നമ്മളൊരാളെ അല്ല, അവർക്ക് വേണമെങ്കിൽ ഫുഡോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ ചെയ്തിട്ട് വരുമാനം ഉണ്ടാക്കിക്കോട്ടെ. ഇതിപ്പോ മതം വിട്ടിട്ട് അത് തന്നെ വിറ്റ് ജീവിക്കാറിഞ്ഞാല് വല്ലാത്തൊരു ജീവിതമാണ്. ഞാൻ ഈ പറഞ്ഞു വെച്ചത് വീഡിയോ ഉണ്ടാവില്ല, ഇതിന്റെ കാലദേശങ്ങൾ എടുത്ത് ആർക്കെങ്കിലും ഉപകാരപ്പെടും 100%. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ ആയി കഴിഞ്ഞാൽ എന്താ ഉണ്ടാകുന്നത് ഞാൻ പറഞ്ഞതിന്റെ ആവശ്യമില്ലല്ലോ. അല്ല, ഒക്കെ ഹൈറാനായിരിക്കും. അള്ളാഹു ഒരു കാര്യം ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത് അവൻ പൂർത്തിയാക്കുകയാണ് ചെയ്യും. ഇവരിഞ്ഞിപ്പോ എത്ര അതിനെതിരെ തർക്കിച്ചിട്ടും കാര്യമില്ല. ഓക്കെ, അപ്പൊ ഇൻഷാ അല്ലാഹ് എന്തായാലും ഇനി എന്തെങ്കിലും അറിയിക്കും. നമ്മളെ യൂട്യൂബ് ചാനൽ ഞാൻ നിങ്ങൾക്ക് വാട്സാപ്പിൽ അയച്ചുതരാം. ഞാൻ യൂട്യൂബ് എല്ലാവരും യൂട്യൂബ് കാണുന്നുണ്ട്. ഇവരും കണ്ടോണ്ടല്ലോ അവര് മനസ്സിലായത്. ഞാൻ ഇവനായിട്ട് അവസാനം സംസാരിച്ച സംസാരം കേട്ടോ മനസ്സിലാവും. ഞാനൊന്നും അവരോട് സമ്മതത്തിനൊന്നും വിളിച്ചിട്ടൊന്നും കാര്യമില്ല. അല്ല, ഞാൻ നിങ്ങളെ പോലുള്ള ആളുകളോട് ഇവര് വളരെ സൗമ്യമായിട്ട് സംസാരിക്കും. നമ്മൾ സംസാരിക്കുമ്പോൾ ഇവര് ഒച്ചവിളി ഉണ്ടാവും. അതാണ് നമ്മൾ വളരെ സൗമ്യമായിട്ട് സംസാരിച്ചാൽ തന്നെ ഇവര് ചൂടായിട്ട് സംസാരിക്കും. അങ്ങനെ എഴുതുമ്പോ അവരെ കമന്റ് ഇടും, അല്ലെങ്കിൽ വിടുന്നുണ്ടാവും വേറെ കാര്യം. എങ്ങനെയാലും കമന്റിന് വ്യത്യാസം. ഓക്കെ, എന്തായാലും ഞാൻ അയക്കാം. അസ്സലാമു അലൈക്കും.